താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികളെ കൊണ്ടുവരുന്ന ദിവസമാണല്ലോ. മറക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികളെ അനുഭവിക്കുന്ന ദിവസമാണപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ ഒരു നാളും തകർന്നു പോകത്തില്ല. ഞാൻ ഒരു നാളും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അവസ്ഥയിലും ഒരു കാര്യത്തിലും കർത്താവ് എന്ന് തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ നശിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ജീവനുള്ളവർ ദേശത്ത് ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണും, ഞാൻ നന്മ കാണും, നന്മ അനുഭവിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവ്, ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, 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 താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദരിദ്രനല്ല, സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ഓരോ ദിവസവും കൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നു, ദൈവിക ആലോചനകൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് ലഭിച്ച ഒത്തിരി സാക്ഷ്യങ്ങളിലും ദൈവിക ആലോചന ഇടപെട്ടതിലുമൊക്കെ ഞാൻ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ സാക്ഷ്യം ഞാൻ കേട്ടു. നിങ്ങൾ കഴിവതും ടൈപ്പ് ചെയ്ത് അയക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഒന്നാമത് ഞാൻ ലേറ്റായിട്ടാണ് സാക്ഷ്യങ്ങളൊക്കെ കാണുന്നത്. കർത്താവ് ഇടപെടുന്ന പ്രവചന ആലോചനകളായിക്കോട്ടെ, അതൊക്കെയും പലരും യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളും അതിൻ്റെ നിവൃത്തികളും അവരുടെ ജീവിതത്തെ ദൈവം തൊടുന്നതും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് എത്ര പേര് കഴിഞ്ഞ ദിവസങ്ങളിലെ വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലത്തെ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന വചനങ്ങളല്ല, വചനഭാഗങ്ങൾ എന്തിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്? ജ്ഞാനത്തെ പറ്റി, പിന്നെ ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ ദിവ്യ ആമേൻ. അപ്പൊ എത്ര പേർക്ക് ഈ സ്നാനത്തെ പറ്റി ഒരു അറിവ് കിട്ടി? അത് സ്നാനത്തെ പറ്റി ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അതോ ഞാൻ വീണ്ടും ആ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടി വരും? അപ്പൊ സ്നാനപ്പെടാൻ കൺഫ്യൂഷൻ ആയിരുന്ന ആർക്കെങ്കിലും എനിക്ക് സ്നാനപ്പെടണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ ആ വചന സന്ദേശങ്ങൾ ഇടയായോ? ആമേൻ. തീർച്ചയായും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്നാനത്തിന് അവസരമുണ്ട്. എപ്പോഴും ഓർത്തോണം, സ്നാനം എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൻ്റെ കൽപ്പനയാണ്. സഭകൾ ഉണ്ടാകുന്നതിന് മുമ്പേ സ്നാനം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് സഭകൾ ഉണ്ടായത്. ആദ്യമുണ്ടായത് കൽപ്പനയായ സ്നാനമാണ്, അതിനുശേഷമാണ് ലോകത്തിൽ സഭകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം കർത്താവിലുള്ള സ്നാനമാണ്. അപ്പോൾ നമ്മൾ തുടർമാനമായിട്ട് സ്നാനം കേട്ടുവന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണാൻ അനുഭവിക്കുവാനൊക്കെയും ദൈവം നമ്മളെ ഇടയാക്കുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വചനം കേൾക്കുവാൻ. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വചനങ്ങളെ ശ്രദ്ധിച്ച് വേണം വിശ്വസിക്കാൻ. അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ളത് ഇന്ന് ഞാൻ പറയുന്ന വചന സന്ദേശവുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ വിഷയം ഒരു വലിയ വിഷയമാണ്. കാരണം വെച്ചാൽ നമ്മൾ തുടർമാനമായിട്ട് എപ്പോഴും ചിന്തിക്കുന്ന വചനമാണ് വിശ്വാസം. അപ്പം ഇന്ന് ഞാൻ
പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഒരു വാക്യം ഇങ്ങനെ കയറി വന്നു. അപ്പോൾ വാക്യം വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു, അയ്യോ ഞാൻ ഇന്നും ഈ വാക്യം കർത്താവെ പറഞ്ഞ ആൾക്കാരൊടുക്കത്തിൽ എപ്പോഴും ബ്രദർ ഈ വിശ്വാസം മാത്രമാണോ പറയുന്നത്? എപ്പോഴും ബ്രദർ, എന്നോട് ചില സഹോദരന്മാർ ചോദിക്കും, ബ്രദർ എപ്പോഴും വിശ്വാസം മാത്രമാണ് പ്രസംഗം. എനിക്ക് ബാക്കി പ്രസംഗങ്ങളിലേക്ക് പോകുന്നുമുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. എന്നാൽ പല ആളുകളും വിശ്വാസത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന സമയത്താണ് ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പലരും അവർ ചിന്തിക്കുന്നത് ബ്രദർ എന്നും വിശ്വാസമാണ്. അപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നമ്മളിവിടെ വിശ്വാസം മാത്രമാണോ പഠിപ്പിക്കുന്നത്? വേറെ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ആശ്രയം പഠിപ്പിക്കുന്നുണ്ട്, ബൈബിൾ വചനം എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്, സ്നാനം പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി. എന്നാൽ എല്ലാത്തിൻ്റെ ആകത്തുക വിശ്വാസമാണ്. ബൈബിളിൻ്റെ ആധാരം വിശ്വാസമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ കേൾക്കുന്ന മെസ്സേജ് വിശ്വാസമായിട്ട് പലപ്പോഴും എനിക്കപ്പം ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ അന്നായിരിക്കും ചിലപ്പം വചനം കേൾക്കാൻ വേണ്ടി വരുന്നത്, അന്ന് മാത്രമായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പലപ്പോഴും കേൾക്കുന്നത് വിശ്വാസമാണ്. എങ്കിലും ഞാൻ പറയുന്നു, വിശ്വാസം എന്നത് അടിസ്ഥാനമാണ്. വിശ്വാസത്തിൽ വളരണം, വിശ്വാസം വർദ്ധിക്കണം. ആമേൻ. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യമാണ്. പരിചിതമായ വാക്യമാണ്. വിശ്വാസത്തിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള രക്ഷാവാചകമാണ്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായും വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായും ഏറ്റുപറയും. അപ്പോൾ രക്ഷയെപ്പറ്റി നമ്മൾ പലപ്പോഴും പഠിച്ചു, രക്ഷയെപ്പറ്റി നമ്മൾ വചനം കേട്ടു. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ലോകത്തിലൊരു പഠിപ്പീരുണ്ട്, ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പഠന വിഷയം. രക്ഷയെ ത്രികാലങ്ങളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെടുന്നു, പെട്ടുകൊണ്ടിരിക്കുന്നു, പെടും എന്ന ത്രികാലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ച് ആൾക്കാർക്ക് അവസാനം വന്നൊരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരിക്കലും പൂർണ്ണ രക്ഷയിലേക്ക് എത്തുകയില്ല എന്ന പഠനത്തിലേക്ക് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനൊരു പ്രോസസ്സിങ്ങിലാണ്. ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് മാറ്റമില്ല. അപ്പോൾ ഒരു ചോദ്യം വന്ന്, ബ്രദറെ അങ്ങനെയാണെങ്കിൽ പലരും ചോദിക്കും, ഈ പിന്മാറിപ്പോകുന്നുണ്ടല്ലോ ആളുകൾ, വിശ്വാസത്തിൽ നിന്ന് എൻ്റെ കൂടെ പണ്ട് പ്രാർത്ഥനയിൽ വന്ന ആളുകൾ ഇപ്പോൾ ഷാപ്പി നടക്കുക, പലരും പിന്മാറിപ്പോയി, പലരും വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയി, ഇപ്പോൾ വേറെ വിശ്വാസത്തിലേക്ക് വിവാഹം കഴിച്ചു പോയി, അവരങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പലരും വന്നു. പക്ഷെ അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി പൂർണ്ണമായി ഭൂമിയിൽ ജീവിക്കുന്ന കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വ്യക്തമായിട്ട് പറയുന്നു, ബൈബിൾ പറയുന്നു വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും പിന്മാറി പോകത്തില്ല. അവനൊരിക്കലും രക്ഷയിലേക്ക് യഥാർത്ഥത്തിൽ വന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആര്? നഗ്നതയോ പട്ടിണിയോ മരണമോ ആപത്തോ ജീവനോ വാളോ ദൂതന്മാരോ ഇപ്പോഴുള്ളവനോ വരുവാനുള്ളവനോ യാതൊരു സൃഷ്ടിക്കും ക്രിസ്തു യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല, എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കണ്ടോ? അപ്പോൾ ക്രിസ്തു യേശുവിൽ നിന്ന് ഒരു വ്യക്തി, അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലാണ് എന്ന യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് ഒരു അറിവ് കിട്ടി, ഇനി എനിക്ക് ഓടി മാറാൻ പറ്റിയാലും മാറാൻ കഴിയത്തില്ല, എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല, സെപ്പറേറ്റ് ചെയ്യുവാൻ കഴിയത്തില്ല ദൈവത്തിൽ നിന്നും. ഇത് ഒറിജിനൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന, അല്ലാതെ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല, യഥാർത്ഥ രക്ഷയിലേക്ക് വന്ന്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ നോക്കിയേ, ബൈബിൾ പഠിക്കുന്ന സമയത്ത് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിച്ചു, വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, പെട്ടേക്കും എന്നല്ല. കാര്യം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ സംസാരിക്കാത്തെന്നറിയാവോ? ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുക, നാളെ രാവിലെ 10 മണിക്ക് കാണാം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഫോൺ ചെയ്ത് വയ്ക്കും, സഹോദരി നാളെ രാവിലെ 10 മണിക്ക് വരുമോ? പിന്നെ ബ്രദർ ഉറപ്പായിട്ടും വരും.
അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുക, സഹോദരൻ ഉറപ്പായിട്ടും കാണാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ വല്ല ഹർത്താലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ എടുക്കും. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം മരണമോ വല്ലതും വന്നാൽ എന്ത് ചെയ്യും? കണ്ടോ, പെട്ടെന്ന് ട്യൂണ് മാറുന്നുണ്ടോ? അപ്പം നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ഉറപ്പുകൾക്കും സാഹചര്യങ്ങൾ അനുസരിച്ച് എന്ത്? ഇപ്പം നിങ്ങൾ രാവിലെ ഒരാളോട് 10 മണിക്ക് കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു, ഉറപ്പ് പറഞ്ഞ് പിരിഞ്ഞു. പെട്ടെന്ന് രാവിലെ ഏതോ ബന്ധത്തിൽ അകന്ന ബന്ധു പെട്ടെന്ന് ഒരു മരണം ഉണ്ടായി. എന്ത് ചെയ്യും നിങ്ങൾ? പോകാതിരിക്കാൻ കഴിയത്തില്ല. തൊട്ട അയൽവക്കത്തൊരു മരണം ഉണ്ടായി. എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടോ? വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ വിലയുണ്ട്. പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരിക്കലും ദൈവം അങ്ങനെയല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ വചനം മാറിപ്പോകത്തില്ല. ഇത് വിശ്വസിക്കുന്ന വ്യക്തിക്കകത്തോട്ട് ഈ ഉറപ്പ് കയറണം. നിങ്ങളിലേക്ക് ഈ ഉറപ്പ് കയറുമ്പോഴാണ് നിങ്ങൾ ഒറിജിനൽ വിശ്വാസിയായി തീരുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ മനുഷ്യന്റെ ഫെയ്ത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് യേശുവിനെ അറിയാം, പക്ഷെ എൻ്റെ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസം മാൻമെയ്ഡ് ഫെയ്ത്താണ്. ഞാൻ പറഞ്ഞില്ല, മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഞാൻ ലിങ്ക് അയച്ചു, നാളെ 9:30 പ്രാർത്ഥനയുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ 9:30 മീറ്റിങ്ങിന് കൂടാൻ വേണ്ടി തയ്യാറായിരുന്നോ അല്ലയോ? ഉറപ്പായിട്ട് നിങ്ങൾ വരുമായിരുന്നോ മീറ്റിങ്ങിന്? ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉറപ്പാണത് വരുമെന്ന്? വന്നിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇടിവെട്ടി മഴ പെയ്ത് കറണ്ട് പോയി നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യാതെ വന്ന് എന്നെ എടുക്കും? എന്നോട് ഉറപ്പ് പറഞ്ഞതല്ലേ വരാന്ന്? എന്നോട് ഉറപ്പ് പറഞ്ഞതല്ലേ സൂം മീറ്റിംഗ് കാണാന്ന്? എവിടെ പോയി നിങ്ങളുടെ ഉറപ്പ്? അയ്യോ ബ്രദറെ, എനിക്ക് വരാൻ പറ്റിയില്ല ബ്രദറെ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്നോട് ഉറപ്പ് പറഞ്ഞതല്ലേ? ശരിയാ ബ്രദറെ, പക്ഷെ എന്നാ ചെയ്യാൻ? ഇടിയും മഴയും കാറ്റും കോളും എല്ലാം വന്ന് കറണ്ടും പോയി, ഫോണിന്റെ ചാർജും പോയി. കണ്ടോ, നിങ്ങളുടെ ഉറപ്പ് നിങ്ങൾ തന്നതാണ്, പക്ഷെ സാഹചര്യം എന്ത് ചെയ്തു? നിങ്ങളുടെ ഉറപ്പിനെ മറിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു വരുമെന്ന് നാളെ മീറ്റിങ്ങിന്, പക്ഷെ സാഹചര്യം അതിനെ മറിച്ചു കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത എന്തുവാ? ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിന് ദൈവത്തിന്റെ വാക്കിനെ മറിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ വാക്കിന്റെ പ്രത്യേകത, സാഹചര്യം എന്തു വന്നോട്ടെ അതിനെ മറിക്കാൻ കഴിയത്തില്ല. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? പാപികളാൽ ഞാൻ എന്ത് ചെയ്യും? മരണപ്പെടും. എന്നിട്ട് യേശു പറഞ്ഞൊരു വാക്കാണ്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശുവിന്റെ വാക്ക്? ഉടനെ ഞാൻ ചോദിച്ചോട്ടെ, എന്നാ കർത്താവെ 3-ാം നാൾ ഉയർക്കുമെന്ന് ഉറപ്പ്? ദൈവം ഉയർപ്പിച്ചില്ലെങ്കിലോ? പിശാചത് തടഞ്ഞാലോ? പരിശുദ്ധാത്മാവിന് പറ്റിയില്ലെങ്കിലോ? എന്തോരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുണ്ടല്ലേ? പക്ഷെ കർത്താവ് ഒരു വാക്ക് പറയും, മനുഷ്യ, നിന്റെ ഉറപ്പല്ല എൻ്റെ പിതാവിൻ്റെ ഉറപ്പ്. എൻ്റെ പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, പിതാവ് എന്നെ കന്യകയുടെ ഉദരത്തിൽ ഇന്ന് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബത്ലഹേമിൽ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ, 33 വയസ്സ് ഞാൻ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഗെത്സമനയിൽ തറക്കപ്പെട്ട് ഇന്ന് ഗോൽഗാത്തയിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കും. ഇത് ദൈവത്തിന്റെ ഉറപ്പാ. സാഹചര്യം അതിന് വിഷയമല്ല. എപ്പോഴും ഓർത്തോണം, നമ്മുടെ വിശ്വാസവും ദൈവത്തിന്റെ വിശ്വാസവും രണ്ടും രണ്ടാണ്. നമ്മുടെ വിശ്വാസം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ വചനത്തിന് ഒരു നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിന് പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഉറപ്പ് വരാത്തതിന്റെ കാരണം നമ്മുടെ അകത്തിരിക്കുന്നത് മാൻ മെയ്ഡ് ഫെയ്ത്താണ്, മനുഷ്യനിർമ്മിതമായ വിശ്വാസമാണ്. അതിനെ നമ്മൾ പൊളിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് പോലും ഉറപ്പില്ല സ്വർഗത്തിൽ നിത്യതയിൽ പോകുമെന്ന്, യേശുവിനെ കാണുമെന്ന് ഉറപ്പില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, വലിയ ആവേശം പറയുന്ന പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കർത്താവ് വരുമ്പോൾ പോകും. ഒന്നുകൂടെ ചോദിക്കും, ഉറപ്പുണ്ടോ? അത് ലോക ജീവിതമല്ലേ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? കണ്ടോ, പിന്നെ എന്നാ ഫെയ്ത്ത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു സൃഷ്ടിക്കും കഴിയത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. അപ്പം ഇതൊക്കെയായിട്ട് എന്താണ് ഈ വിശ്വാസത്തിന്റെ ബന്ധം? ഇനി ശ്രദ്ധിച്ചോണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ജീവിക്കേണ്ടത് ബൈബിളിലുള്ള ഉറപ്പിലാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മിറക്കിൾ മണിയെ പറ്റി പറഞ്ഞു. ഈ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. എത്ര പേരാ വചനം വായിച്ചിട്ടുണ്ട്? ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് എത്ര ഉണ്ട്? ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിസ്സാര കാര്യമല്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഞാൻ പറയാം. ഭൂലോകത്തിന്റെ അറ്റത്തോളം രക്ഷിക്കപ്പെട്ട വ്യക്തി
ഉപദേശിയെ പറ്റി അല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ട് കർത്താവിനെ വിശ്വസിക്കുന്ന വ്യക്തിയെ പറ്റി കർത്താവ് നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയും. അതായത് കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ നിങ്ങൾ ഈ ബൈബിൾ വചനം വായിച്ചാൽ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങളെപ്പറ്റി ബൈബിൾ പറയുന്നു, ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയും. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂലോകത്തിന്റെ അറ്റത്തോളം വരെ പോകാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഉറക്കപ്പെടാം. കണ്ടോ, കൈ കാശില്ലാതെ എങ്ങനെയാ ഭൂലോകത്തിന്റെ അറ്റത്തോളം വരെ പോകുന്നത്? ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫെബ്രുവരിയിൽ മീറ്റിങ്ങിന് വരിക, ഞാൻ ഫ്ലൈറ്റിൽ പോയി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്നാ പറയും? ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ എന്തായാലും എയർപോർട്ടിൽ കയറാൻ പറ്റത്തില്ല, ബോർഡിംഗ് പാസ് ഇല്ലാതെ എന്തായാലും അവർ കയറ്റത്തില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം? ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിലേക്ക് ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് വരണമെങ്കിൽ, ഫെബ്രുവരിയിൽ വരണമെങ്കിൽ എന്ത് വേണം? ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, പൈസ വേണം. അങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമുക്ക് ഭാഷയുടെ പരിമിതിയുണ്ട്, കൾച്ചറിന്റെ പരിമിതിയുണ്ട്. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമ്മൾ അറിയാത്ത പൗലോസ് പറഞ്ഞ കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്, മൃഗയുദ്ധം, ഇതെല്ലാം അവർ നേരിട്ടു. പക്ഷെ ഒരു കാര്യം പൗലോസ് പറഞ്ഞു, എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ പൂർണ്ണ ജയം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരേണ്ടത് മാനുഷിക ബൗണ്ടറികൾ തകരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്, നിങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കാം, ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. ഒന്ന് കണ്ണടച്ച്, നിങ്ങളെപ്പറ്റിയല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുന്നവൻ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകും. ഒന്ന് ചിന്തിച്ച്, എൻ്റെ ദൈവമേ, എന്നെ പറ്റിയാണല്ലോ ഈ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങി, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? ദൈവം പറഞ്ഞ വാക്കാത്. സാഹചര്യത്തിന് അതിനെ മാറ്റാൻ കഴിയത്തില്ല, നിങ്ങളുടെ ബലഹീനതയ്ക്ക് അതിനെ തടയാൻ കഴിയത്തില്ല, നിങ്ങളുടെ ശൂന്യതയ്ക്ക് അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വാക്കാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വാക്കിന് പ്രത്യേകത പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് അത് മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ വാക്കിന്റെ പ്രത്യേകത സാഹചര്യത്തിന് തൊടാൻ കഴിയത്തില്ല. ഒരാൾ അതിനെ ആമേൻ പറഞ്ഞു സ്വീകരിച്ച് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ട്. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി നിൽക്കുന്ന ഒരു തലമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉറപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. സാഹചര്യങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത, പ്രതിസന്ധിക്ക് തട്ടിത്തെറിപ്പിക്കാൻ കഴിയാത്ത, തീരുമാനങ്ങളെ മാറ്റാൻ കഴിയാത്തൊരു ദൈവത്തിന്റെ ഉറപ്പിലേക്കാണ് രക്ഷിക്കപ്പെട്ട നിങ്ങൾ കയറി വന്നിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കഥ പറയരുത്, രക്ഷിക്കപ്പെട്ടേക്കുമായിരിക്കും, ഈ ലോകത്തിന്റെ ജീവിതമല്ല ബ്രദർ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പിശാചുണ്ട്, ലോകമുണ്ട്, മോഹമുണ്ട്, പാപമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ബ്രദർ എങ്ങനെയൊക്കെ വിശ്വസിച്ച് പോകാൻ പറ്റുന്നത്? അല്ല പിന്നെ ഇറങ്ങരുത്. നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, യേശു നിങ്ങളെ നടത്തുക. നിങ്ങൾ യേശുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇതാണ് കോട്ടയം, ഇതാണ് തിരുവനന്തപുരം, ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് പഠിപ്പിച്ച് നടത്തുവല്ല കേട്ടോ. ആദ്യം മനസ്സിലായി, യേശുവിനെ പഠിപ്പിച്ച് നടത്തുവല്ല, പരിശുദ്ധാത്മാവിനാൽ യേശു നിങ്ങളെ നടത്തുക. വിശ്വാസ ജീവിതം നിങ്ങൾ നടക്കുന്നതല്ല. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം പറഞ്ഞത്, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ചും തന്റെ മഹിമാസന്നിധിയിൽ കുറ്റമില്ലാത്തവനായി നിർത്തുവാൻ കഴിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ആമേൻ. ഇവിടെ എവിടെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഓർത്തോണം, നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയം എപ്പോഴാണെന്നറിയാവോ? ഇവിടെ ശ്രദ്ധിച്ചോണം, യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഇനി ശ്രദ്ധിച്ചോണേ, ഫെബ്രുവരിയിലൊക്കെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞാനത് പറയുവാണ്. നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ നമുക്ക് കൊല്ലത്തും എറണാകുളത്തും പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിന്റെ വാട്സാപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് വരും. ആരൊക്കെ അതിൽ കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് പ്രയർ റിക്വസ്റ്റ് അയക്കരുത്. ഞാൻ കണ്ടു കുറേ ആൾക്കാർ വെറുതെ പ്രയർ റിക്വസ്റ്റ് അയക്കുക. ഞാൻ പറഞ്ഞില്ല, അതിൽ പ്രയർ റിക്വസ്റ്റ് അയക്കരുത്. നമുക്ക് അതനുസരിച്ച് വേണം ഹോളുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ, മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, വഴി കണ്ടെത്താൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സഹോദരന്മാർ എൻ്റെ തൊണ്ട്, അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രയർ റിക്വസ്റ്റ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഇന്ന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇന്ന് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, ഫെബ്രുവരിയിൽ മീറ്റിംഗ് ഉണ്ട്, എറണാകുളത്ത് മീറ്റിംഗ് നടക്കുന്നു എന്ന് കേട്ട ഉടനെ നിങ്ങൾ ബസ്സിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി
നിങ്ങൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഉള്ള ഒരാൾ എറണാകുളത്ത് വന്നിട്ട് എന്നെ വിളിക്കുക, ബ്രദറെ എവിടെയാ മീറ്റിംഗ്? അപ്പം ഞാൻ ചോദിക്കുക, എന്ത് മീറ്റിംഗ്? അല്ല, ബ്രദർ പറഞ്ഞല്ലോ ഫെബ്രുവരിയിൽ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഫെബ്രുവരി മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ വന്നയാൾക്ക് കറക്റ്റായിട്ടല്ലേ അയാൾ വന്നത്? ഇയാൾ എന്തോ കറക്റ്റ് ഫെബ്രുവരി മീറ്റിംഗ് ഉണ്ട് എന്ന് കേട്ടിട്ട് നേരെ എറണാകുളത്ത് എന്നെ വിളിച്ചു. ഫെബ്രുവരി അല്ലേ മീറ്റിംഗ്? ബ്രദറെ ഞാൻ എറണാകുളത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തിയോട് അതിശയത്തോടെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനിപ്പം ഫെബ്രുവരിയിൽ വന്നു എന്ന് ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? മെസ്സേജ് ഇട്ടത് വായിക്കാത്തതുകൊണ്ട്, അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്തായിരിക്കും മിസ്സായത്? അതിന്റെ ഡേറ്റ് ശ്രദ്ധിച്ചോണം. ഫെബ്രുവരിയിൽ മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ട ഉടനെ എന്ത് ചെയ്തു? ചാടി പുറപ്പെട്ട് കോട്ടയത്തോട്ട് വന്നു. പക്ഷെ ഫെബ്രുവരിയിൽ എന്നാണ് മീറ്റിംഗ് എന്നുള്ള അറിവ് കിട്ടാതെ എന്നെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, സഹോദരി എന്തുവായി പറയുന്നത്? ഫെബ്രുവരി 1-ാം തീയതി നേരെ എറണാകുളത്ത് വന്നു, എന്നെ വിളിക്കുക, വേറെ എവിടെയാ മീറ്റിംഗ് നടക്കുന്നത്? അപ്പോൾ പുള്ളി ആ വന്നയാളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. എറണാകുളത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു, ബസ് കയറി എറണാകുളത്ത് ടൗണിൽ വന്നു, എന്നെ വിളിച്ച് എവിടെയാ പ്രാർത്ഥന? അപ്പം ഞാൻ ചോദിച്ചു, സഹോദരി പ്രാർത്ഥന ഇന്നല്ല, സഹോദരി ശ്രദ്ധിക്കണമായിരുന്നു. ഒരു ഡേറ്റ് അവിടെയുണ്ട്. അതായത് മീറ്റിങ്ങിനെ പറ്റിയുള്ള അറിവല്ല നമുക്ക് വേണ്ടത്, മീറ്റിങ്ങിൻ്റെ അകത്ത് എപ്പോഴാണ്, അതായത് മീറ്റിംഗ് ഉണ്ട് എന്നൊരു അറിവല്ല, എപ്പോൾ നടക്കുന്നു എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അറിവ് നമുക്ക് എന്തിരിക്കണം? ഉണ്ടായിരിക്കണം. ഇവിടെ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരും ചിന്തയെന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് സ്നാനപ്പെട്ട ഉടനെ രക്ഷിക്കപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുവിനെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തിൽ ഞാൻ യേശു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ രക്ഷിക്കപ്പെടത്തില്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. എന്താണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് ചോദിച്ചാൽ, ഒരു വാക്ക് ഞാൻ വേഗത്തിൽ വായിച്ചു തരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിന്റെ സമയമാണ്. പൗലോസ്ലീഹ പറയുകയാണ്, 2 തിമോത്തിയോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പൊ വിശ്വാസം ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തുമായിട്ടാണെന്നറിയാവോ? അറിവുമായിട്ടാണ്. വിശ്വാസത്തിന് ബന്ധം അറിവുമായിട്ടാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വിശ്വാസം വർക്കാകത്തുള്ളൂ. ഒരു വിശ്വാസിയുടെ വിശ്വാസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട് എന്ന് കേട്ട ഉടനെ ഫെബ്രുവരി 1-ാം തീയതി നേരെ വണ്ടിക്കൂലി മുടക്കി നിങ്ങൾ എറണാകുളത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്തവിടെ സംഭവിക്കും? അവിടെ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ബ്രദർ കള്ളനാണ്, ബ്രദർ പറഞ്ഞ് ഫെബ്രുവരി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു. ഒരു ഉറപ്പുമില്ലാത്ത ബ്രദറാണ്. കാരണം ഞങ്ങൾ വിളിച്ചിട്ട് പോലും ബ്രദർ പറഞ്ഞത് എന്നെ കളിയാക്കുമായിരുന്നു, എന്നെ പരിഹസിക്കുവാണ് ബ്രദർ. എൻ്റെ കാര്യം എന്തുവാ? നിങ്ങൾ കറക്റ്റായിട്ടുള്ള അറിവ് നേടിയില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. അപ്പൊ ഈ അറിവുമായിട്ട് വിശ്വാസത്തിന് ഭയങ്കര ബന്ധം. നമ്മൾ അറിയണം ആഴമായിട്ട്. ഇവിടെ യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ ആരാണ് യേശു എന്നറിയണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടും. റോമാലേഖനമാണ് 10-ാം അധ്യായത്തിലെ അടുത്ത വാക്യത്തിൽ പറയും, ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രദറെ എനിക്ക് രക്ഷിക്കപ്പെടണം, ബ്രദറെ എനിക്ക് സ്നാനപ്പെടണം, ബ്രദറെ. ഉടനെ സ്നാനക്കുളത്തിൽ വന്നിട്ട് യേശുവിൻ്റെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളവിടെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ഉടനെ രക്ഷിക്കപ്പെടത്തില്ല. ഇവിടെ ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച്. അപ്പൊ യേശു എന്തിനാ മരിച്ചത് എന്നൊരറിവ് വേണം. യേശു മരിച്ചത് അറിവാണെങ്കിൽ യേശു ഉയർത്തതും ഒരറിവാണ്. ഈ യേശു മരിച്ചത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ യേശു ഉയർത്തത് എൻ്റെ രക്ഷയുടെ ഉറപ്പിന് വേണ്ടിയാണ്. ഇത് രണ്ടും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥ രക്ഷ അറിയത്തുള്ളൂ. യേശു ജീവൻ കൊടുത്തത് എനിക്ക് രക്ഷാ പദ്ധതി ഭൂമിയിൽ നടക്കാൻ വേണ്ടി, പാപം മാറി കർത്താവിലേക്കുള്ള രക്ഷാമാർഗം തുറക്കണമെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാവോ? എൻ്റെ രക്ഷയുടെ ഉറപ്പിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇന്ന് ഈ വാക്യം നിങ്ങളെല്ലാവരും 1-2 നേരം ഒന്ന് വായിച്ച്, 1-2 നിമിഷങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച്, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് വായിച്ച്.
യേശുവിനെ കർത്താവ് എന്ന് വായിക്കണം. പയ്യെ വായിക്കണം, നിർത്തി നിർത്തി നിങ്ങൾ മനസ്സിലൊന്ന് വായിക്കണം. ഹല്ലേലൂയ എന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ ഇവിടെ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായി തീരുവെന്ന് ബൈബിൾ പറയുന്നു. ആ വ്യക്തി എങ്ങനെയായി തീരുവെന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തി ആദ്യം തിരിച്ചറിയേണ്ടത് എന്നാണെന്നറിയാവോ? നിങ്ങൾ യേശുവിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. യേശുവിനെ പറ്റിയുള്ള അറിവാണ് എൻ്റെ വിശ്വാസത്തിന്റെ നിലനിൽപ്പ്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, പിശാചിന്റെ ഒരു തന്ത്രം എന്നാന്ന് ചോദിച്ചാൽ തെറ്റായ അറിവ് യേശുവിനെ പറ്റി തരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്നിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, യേശുവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി യേശുവിനെ പോലെ അത്രയും നല്ല സ്വഭാവമുള്ള അനേകരെ നല്ല സുവിശേഷമൊക്കെ പറയുന്ന, നല്ല സൗമ്യമായ വർത്താനം പറയുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ആ ഒരു വാക്ക് ഉപയോഗിച്ചത്? മനസ്സുണ്ടെങ്കിൽ. ആർ യു വില്ലിങ് എന്നാ ചോദിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ കേട്ടത് വെച്ച് പണ്ട് എടുത്തിട്ടുള്ള ആ വാക്യം, കുഷ്ഠരോഗിയായോണ്ട് ആരും അദ്ദേഹത്തെ തൊടത്തില്ല. അപ്പോഴേ കുഷ്ഠരോഗം തൊടുമെന്നറിയാം. കഴിയുമെന്ന് അറിയാം. ആദ്യം പറഞ്ഞ സൗകര്യം പറഞ്ഞത് ഉത്തരവാണ്. കുഷ്ഠരോഗിയെ തൊടാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ ആഴമായിട്ട് പറഞ്ഞാൽ ഒരു യഹൂദനായ ഒരു വ്യക്തിക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് നമുക്ക് തൊടാം. പക്ഷെ യഹൂദനായ ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ അവൻ പാളയത്തിന്റെ പുറത്ത് പോയി കിടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഭാര്യയും മക്കളെ എല്ലാം വിട്ടിട്ട് പട്ടണത്തിന്റെ വെളിയിൽ കൂരിരുട്ടില് ആരാലും കാണാൻ പോലും കഴിയാതെ ഒറ്റപ്പെട്ട് 8 ദിവസം ആദ്യം പോയിരിക്കണം. എന്നിട്ട് നിനക്ക് കുഷ്ഠം ഉണ്ടോ ഇല്ലയോ എന്ന് മഹാപുരോഹിതൻ വന്ന് ചെക്ക് ചെയ്ത് കുഷ്ഠമില്ലെങ്കിൽ മോശം പറഞ്ഞിട്ടുള്ള ശുദ്ധീകരണ നിയമപ്രകാരം എല്ലാം ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ കയറണം. 8 ദിവസം അവൻ്റെ ജോലി പോയി. ഭാര്യയും മക്കളെയും കാണാൻ പറ്റത്തില്ല. ഇനി അഥവാ കുഷ്ഠരോഗം എങ്ങാനും ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവന് ഭാര്യയും മക്കളെയും കാണാൻ പറ്റത്തില്ല. എന്നാൽ ഹൈ റിസ്ക് കണ്ടോ? ഇത്രയും ഒരു റിസ്ക് ആണ് അവൻ്റെ ജീവിതം, ഒരു യഹൂദന്റെ. നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. അതാണ് ഈ വചനത്തിന്റെ കർത്തവ്യത. ഇതുകൊണ്ടാണ് കുഷ്ഠരോഗി എന്ന് പറയുന്നത്, കർത്താവേ നിനക്ക് മനസ്സുണ്ട്. കാര്യം നീ ഒരു യഹൂദനാണ്. കാര്യം വലിയ വചനമൊക്കെ മുകളിൽ നിന്ന് പറയുന്നുണ്ട്, ഭയങ്കര അത്ഭുതങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഹൂദനായ അങ്ങേക്ക് എന്നെ സൗഖ്യമാക്കുവാനോ എൻ്റെ അടുക്ക വരുവാനോ അവനെ സംബന്ധിച്ചിടത്തോളം ഇനി അവന് മരണമേ അവൻ്റെ മുമ്പിലുള്ളൂ. എന്തായാലും അവൻ മരിക്കും. ഇടി കൊണ്ടാണെങ്കിലും അവൻ മരിക്കും. എന്തായാലും കുഷ്ഠരോഗം വന്നവൻ മരിക്കും. എന്നാൽ പിന്നെ അവൻ എന്തായാലും ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി വരിക. അപ്പൊ യേശുവിനോട് ചോദിക്കുമ്പോൾ അവന് സംശയമുണ്ട്. കാര്യം യേശു പറയും, ഈ മാറി നിൽക്ക്, അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനൊരു യഹൂദ, നിനക്ക് അറിയാലോ, എന്നെ തൊട്ടു പോകരുത് എന്നൊക്കെ ആയിരിക്കും പുള്ളി മനസ്സിൽ ചിന്തിച്ചത്. അതുകൊണ്ടാണ് പുള്ളി വെച്ച്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടോ? ഉടനെ യേശുവിന്റെ മറുപടി ഉണ്ടെന്നറിയാവോ? ഐ ആം റെഡി, ഐ ആം വില്ലിങ് എന്ന് പറഞ്ഞു. ഞാൻ റെഡിയാണ്, എനിക്ക് മനസ്സുണ്ട്. എന്നിട്ട് അവനെ തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ അവന് യേശുവിനെ പറ്റിയുള്ള അറിവ് എന്താന്ന് ചോദിച്ചാൽ, യഹൂദനാണ്. റോമർ 8:3 യേശുവിനെ പറ്റിയൊരു അറിവ്. യേശു യഹൂദനായ ഒരു വ്യക്തിയാണ്. ആ അറിവുള്ളത് കൊണ്ടാണ് അവനൊരു തടസ്സം ഉണ്ടായത്. ഇനി യേശുവിന് എന്നെ ഇഷ്ടപ്പെടുവോ? പലപ്പോഴും വിശ്വാസി വന്നു കഴിയുമ്പോൾ നമുക്ക് യേശുവിനെ പറ്റി പലരും പറഞ്ഞു വെച്ചാൽ അറിവുകളുണ്ട്. ഈ അറിവ് എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് വിശ്വാസത്തെ ബാധിക്കും. ആദ്യം തിരിച്ചുണ്ട്, യേശുവിനെ ഞാൻ കർത്താവ് എന്ന് ഏറ്റുപറയുമ്പോൾ 2 കാര്യം പറഞ്ഞത്. ഒന്ന്, യേശു മരിച്ചുവെന്നും യേശു ഉയർത്തുവെന്നും. യേശു മരിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടിയുള്ള രക്ഷാ പദ്ധതി ഭൂമിയിൽ നിവർത്തിയായി. 2, രക്ഷിക്കപ്പെട്ട ഞാൻ യേശു ഉയർത്തത് കൊണ്ട്, കൊരിന്ത്യർ വാക്യമുണ്ട്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് എടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. കണ്ടോ? അപ്പൊ യേശു എന്തിനാ ഉയർത്തത്? പിതാവിന്റെ വലത്തു ഭാഗത്ത് പോയിരിക്കുക. എന്തിനുകൊണ്ടെന്നറിയാവോ? ഭൂമിയിൽ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തി നാളെ കണ്ണു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപം നിങ്ങളെ വശീകരിക്കാൻ നിൽക്കുക, പിശാച് നിങ്ങളെ വീഴ്ത്താൻ നിൽക്കുക, മോഹം ഗർഭം ധരിച്ച് നിങ്ങളെ പാപത്തെ പ്രസവിക്കാൻ നോക്കുക, നിങ്ങളെ വീഴിക്കാൻ വേണ്ടി പല തന്ത്രം കൊണ്ടുവരുവാണ്. പല രീതിയിൽ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഉയർത്തെഴുന്നേറ്റിട്ട് യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിന്റെ കാര്യം എന്നറിയാവോ? രക്ഷിക്കപ്പെട്ടവനെ.
യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുവാൻ സദാ ജീവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി. എന്തിനെന്നറിയാവോ? നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ, എന്റെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇനി കർത്താവിന്റെ വരവ് വരെ എങ്ങനെയൊക്കെ വല്ല വിധേന. അപ്പൊ പൗലോസ് പറഞ്ഞ വാക്കിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയിൽ നമ്മൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഉടനെ കർത്താവിന്റെ സന്നിധിയിൽ ഭയങ്കര രീതിയിൽ യേശു വരുമ്പോൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ വീഴുക. ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിനെ ഞാൻ നടത്തുവല്ല, യേശു എന്നെ നടത്തുന്ന നടത്തിപ്പിന്റെ പേരാ രക്ഷാജീവിതം. യേശു എന്നെ നടത്തുക. നമ്മൾ അനുവദിക്കുക യേശുവിനെ. നമ്മൾ ബലം പിടിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ വീഴുന്നത്. പലരും പിന്മാറിപ്പോകുന്നതിന്റെ കാര്യം, നമുക്കൊരു പാപ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറ, എൻ്റെ യേശുവേ, നിങ്ങൾ ഒരിക്കലും കർത്താവ് ഓടിക്കത്തോ കൊല്ലത്തോ ഒന്നുമില്ല, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണപ്പാ, എന്നെ രക്ഷിക്കണം, എനിക്ക് ടെംപ്റ്റേഷൻ വരുന്നുണ്ട്, എനിക്ക് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട് കർത്താവേ, എന്നെ രക്ഷിക്കാൻ യേശു പ്രാപ്തനാന്ന് പറഞ്ഞു തുടങ്ങുക. ആ വചനം മറക്കരുത്. ഞാൻ ഇന്ന് റെഫറൻസ് എടുത്തില്ല കേട്ടോ. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തന. ശ്രദ്ധിച്ച, പൂർണ്ണമായും. ഇത്രയൊക്കെ ഒരു ഉറപ്പെങ്ങനെയാ ഒരാൾ പറഞ്ഞു തരുന്നത്? എന്നെ രക്ഷിപ്പാൻ യേശു പൂർണ്ണമായും യേശുവിന് കഴിയുമെന്ന് എൻ്റെ അർത്ഥം. റോമലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഹീ ഈസ് ഏബിൾ ടു വാട്ട് എവർ ഹി പ്രോമിസ്. അവൻ എന്താണോ പറഞ്ഞത് അത് പ്രവർത്തിപ്പാൻ ദൈവം പ്രാപ്തനാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രാപ്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഉറപ്പ്. ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി ജീവിക്കേണ്ടത് യേശുവിനെ പറ്റിയുള്ള അറിവാണ്. അതാണ് പൗലോസ്ലീഹ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ വാക്യം നോക്കിയേ. എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, പൗലോസിന്റെ അറിവ് കൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ട് കേട്ടോ. എന്താ വിശ്വസിക്കുന്നത്? എനിക്കൊരു അറിവുണ്ട്. എന്താ അറിവ്? അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തരെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ പൗലോസിന്റെ ഉറപ്പ് എന്നാണെന്നറിയാവോ? ഞാൻ സൂക്ഷിക്കുകയല്ല, ദൈവം എന്നെ സൂക്ഷിക്കുവാൻ ശക്തനാ. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ ആപത്തുകൾ, അനർത്ഥങ്ങൾ, വീഴ്ചകൾ, രോഗങ്ങൾ, മരണങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകളെ നോക്കിക്കൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന മുറിവൈദ്യന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് നടക്കാതെ എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് ശക്തനെന്ന് ഉറപ്പിച്ചത് നടന്നു നോക്കിക്കേ. അങ്ങനെ നടക്കണം വിശ്വാസി. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറയാം. വത്സ എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ് ഞാനായിരുന്നു. വത്സ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിർബന്ധം തരണം. വത്സ എന്ന വിളിക്കുന്ന ഞാൻ കേൾക്കുന്നത്. വത്സ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാൻ പെട്ടെന്ന് ആ മോളെ കാണുന്ന മോൾക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന കുടുംബത്തിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ദിവ്യ സമാധാനത്തിൻ്റെ ഒരു വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഇന്ന് ഏറ്റെടുത്താട്ടെ. ഇത് മ്യൂട്ട് മാറ്റിൽ പറയാൻ വേണ്ടി പറയാം. ഞാനാണ് എൻ്റെ മകള് ഡെലിവറി ആയി കിടക്കണം. അവർക്ക് ഭയങ്കര, കുഞ്ഞിന് പാല് കൊടുക്കാൻ വയ്യാതെ ഭയങ്കര ക്രാക്കായിട്ട് ഞാൻ മോളടുത്തുണ്ടോ? ഒന്ന് കൈവച്ച് പെട്ടെന്ന് കൈവച്ച്. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ നിമിഷം തന്നെ ശരീരത്തിന്റെ മേലേക്ക് ദുഷ്ടന്റെ സകല അവകാശങ്ങളെ ഞങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്ന ശരീരത്തെയും ആ കുഞ്ഞിനെയും ഞങ്ങൾ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും തൊടത്തില്ല. അനുഗ്രഹിച്ച് റിലീസ് ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വചനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദൈവാത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിച്ചോണം. വരാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ വളരെ ശക്തമായിട്ട് തന്നെ കർത്താവ് നമ്മുടെ ഇടപെടും. ആമേൻ. ഇവിടെ വചനം ശ്രദ്ധിച്ചു നോക്കി. പൗലോസ്ലീഹ അറിവാണ് ഇതിനകത്ത് പ്രധാന ഘടകം. ഞാനൊരു വാക്ക് വായിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിചിതമായ വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ മുടിയനായ പുത്രനെ പറ്റി പറയുകയാണ്. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിന്റെ അടുക്ക ചെന്ന് ആശ്രയിച്ചു. അവൻ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോൾ അവന് സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ എത്ര കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ ഒറ്റ വാക്ക് മാത്രം എടുക്കുന്നത്. എൻ്റെ കൂടെ 17-ാമത്തെ ആ വാക്കിൻ്റെ
ആ 2 വാക്ക് മാത്രം ഒന്ന് വായിച്ച്. ഞാൻ മ്യൂട്ട് മാറ്റിട്ടുണ്ട്, വായിച്ചു ഉറക്കെ പറഞ്ഞു. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എത്ര കൂലിക്കാർക്ക് ഭക്ഷണം കഴിച്ചു ഞാനോ നശിച്ചു പോകുന്നു. ആമേൻ. ഇനി കുറച്ചു നേരം ആ വാക്കൊന്ന് വായിച്ചു. ആ വാക്കൊന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് പതിയണം. അപ്പോൾ അവന് സുബോധം വന്നിട്ട്. എപ്പോഴവന് സുബോധം വന്നത്? അപ്പോൾ നിങ്ങളൊരു വാക്കുണ്ട്, സുബോധം വന്നിട്ട്. അവന് സുബോധം വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവന് ബോധം ഉണ്ടായിരുന്നവനായിരുന്നു, പക്ഷെ അവനിപ്പോൾ എന്ത് സംഭവിച്ചു? അവന് സുബോധം വന്നിട്ട്. അവിടെ വാക്ക് ഇംഗ്ലീഷ് കൊടുക്കുന്നത് വെൻ ഹി കം ടു ഹിംസെൽഫ്. അവൻ യഥാർത്ഥത്തിൽ അവനിലേക്ക് അവൻ തിരിഞ്ഞു. അവന് പെട്ടെന്നൊരു ബോധോദയമുണ്ടായി, അവനൊരു ചിന്തയുണ്ടായി. അതുവരെ അവൻ്റെ അകത്തുണ്ടായിരുന്ന, അതുവരെ അവൻ എങ്ങനെയെങ്കിലും പന്നികളുടെ വാളവരെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ്റെ അകത്തേക്ക് പെട്ടെന്നൊരു സുബോധമുണ്ടായി. അപ്പൊ എന്താണ് സുബോധം എന്ന് പറഞ്ഞാൽ? അവൻ്റെ അകത്തേക്ക് വന്ന സുബോധമാണ്, എൻ്റെ അപ്പൻ എത്ര കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു, ഞാനോ വിശന്നു നശിച്ചു പോകുന്നു. അപ്പൊ അവനൊരു അറിവ് കിട്ടി, ഞാൻ വിശന്ന് നശിക്കേണ്ടവനല്ല, എൻ്റെ അപ്പനോ കൂലിക്കാര് പോലും വയറ് നിറച്ച് കഴിച്ചിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ബാക്കി മിച്ചം വരുന്നത് കൊണ്ട് വേസ്റ്റ് കൊട്ട ഇടുന്നത് ഈ പുള്ളി കണ്ടിട്ടുണ്ട്. അവൻ്റെ വീട്ടില് വയറ് നിറച്ച് കഴിച്ചിട്ട്, അവിടുത്തെ ജോലിക്കാര്, അപ്പൻ്റെ വീട്ടിലെ ജോലിക്കാര് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ബാക്കി വരുന്നത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നത് ചിലപ്പോൾ ഇവൻ കണ്ടിട്ടുണ്ട്. ഉടനെ അവന് പെട്ടെന്നൊരു ബോധമുണ്ടായി. എന്താണ് അവന് ബോധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അവന്റെ സുബോധം എന്ന് വെച്ചാൽ, ഞാൻ വിശന്ന് നശിക്കേണ്ടവനല്ല, പിന്നെയോ തിന്ന് ശേഷിപ്പിക്കേണ്ടവനാണ്. കണ്ടോ, ഈ ഒരു അറിവ് അവൻ എപ്പോഴാ കിട്ടിയതെന്നറിയാവോ? അവനൊരു പ്രശ്നത്തിൽ തകർന്നു പോയപ്പോൾ, അവന്റെ ജീവിതത്തിൽ അവൻ നാശത്തിലേക്ക് പോയപ്പോൾ അവന് സുബോധമുണ്ടായി, അവന്റെ പിതാവ് ആരാണ്. അപ്പൊ നിങ്ങൾക്കുണ്ടാകണം ഒരു സുബോധം, നിങ്ങളുടെ യേശു ആരാണ്. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് പലരും രക്ഷയിലേക്ക് വന്നിട്ട് നശിച്ചു പോകുന്നതും പിന്മാറിപ്പോകുന്നതും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതും. സുബോധമില്ലാഞ്ഞിട്ടാണ്. യേശുവിനെ പറ്റി അറിവുള്ളവൻ, അതാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് ആര് എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് പൗലോസ് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാ പൗലോസ്, ലോക ജീവിതമാണ്. ഇപ്പൊ ഞാനാ ഇത് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയും, ബ്രദറെ കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, ബ്രദറിനേക്കാൾ വലിയ പുള്ളികൾ വീട് പോയ സ്ഥലമായത്. അതേ സ്ഥലത്തു നിന്നാണ് പൗലോസ് പറഞ്ഞത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്ക് ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. റോമർ 8:35. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 വേഗം എടുത്തേ. പൗലോസിന്റെ അറിവാണ് പൗലോസിന്റെ വളർച്ചയുടെ കാരണം. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? യേശുവിനെ പറ്റിയുള്ള അറിവിൽ വർദ്ധിക്കുവാൻ ശ്രമിക്കണം. ആമേൻ. ഇവിടെ നോക്കിയേ, 36-ാമത്തെ വാക്യം നോക്കി, 35 മുതൽ ഞാൻ വായിക്കുവാണേ. ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ സങ്കടമോ ആപത്തോ പട്ടിണിയോ നഗ്നതയോ വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാൻ കൊണ്ടുവന്ന ആടുകളെ പോലെ ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയും, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെ നാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇനി അടുത്ത വാക്ക് നോക്കിയേ, മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുമാനമുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും. നിങ്ങൾ നോക്കിയേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ കർത്താവ് എന്നെ കൈവിടുന്നവനല്ല, എൻ്റെ കർത്താവ് എന്നെ കൈവിടുന്നവനല്ല, അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. ഈ ദിവസങ്ങളിൽ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വരേണ്ട 2 ഉറവ്. എന്തിന് യേശു മരിച്ചു, എന്തിന് യേശു ഉയർത്തു. യേശു മരിച്ചത് എന്നെ പാപ വിമുക്ത നടക്കാൻ വേണ്ടി, എൻ്റെ പാപത്തിന്റെ ശമ്പളമായ മരണം, ശാപം ഇതെല്ലാം ഇതിൽ നീക്കാൻ വേണ്ടിയാണെങ്കിൽ, യേശു ഉയർത്തത് ഇനി ഒരിക്കലും അവയ്ക്കൊന്നും എന്നെ തൊടാൻ കഴിയാത്ത കൃപയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്.
അപ്പൊ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മൾ ഈ വാദിക്കുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആരെയാ? ഈ വാദിക്കുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പെട്ടെന്ന് ആരായിരിക്കും? എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വാദിക്കാന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുമ്പം വാദിക്കാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ധാരാളം മ്യൂട്ട് മാറ്റി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വക്കീല. നിങ്ങൾക്ക് പിശാചൊക്കെയാണ് വന്നത്. ഈ വാദിക്കുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ കുഞ്ഞുനാൾ മൂലം നമ്മൾ കേട്ട് വന്നേക്കുന്നത് മറ്റാരെയല്ല, അഡ്വക്കേറ്റുമാരല്ലേ വാദിക്കുന്നത്. നമ്മൾ കേട്ടങ്ങനല്ലേ, കോടതിയിൽ എന്ത് ചെയ്തു? പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഞാൻ ഓർത്ത് നിങ്ങളിൽ ആരെങ്കിലും എന്ത് ചെയ്യുമായിരിക്കും, വക്കീലിൻ്റെ പേര് പറയാം. പക്ഷേ എല്ലാവരും പിശാചിൻ്റെ പേരാണ് പറഞ്ഞത്. എങ്കിലും പോട്ടെ, കുഴപ്പമില്ല, നിങ്ങളെന്തായാലും പറഞ്ഞല്ലോ. അപ്പം ഇനി ശ്രദ്ധിച്ചോണം. ഇവിടെ നിങ്ങൾ അപ്പം നമ്മൾ എന്തെങ്കിലും വക്കീൽ എന്ന് പറയുന്ന ആൾക്കൊരിക്കലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വക്കീൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കോടതിയിൽ നിന്നുകൊണ്ട് പല ആവർത്തി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ വാദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ താൻ വാദിക്കുന്നത് ആ വ്യക്തിയെ എന്ത് ചെയ്യാണ്, ആ ഒരു ജഡ്ജിയുടെ നീതി പീഠത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് വാദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ഇവിടെ നിങ്ങൾ വചനം നോക്കിയേ. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം, എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഞാൻ വായിക്കൊണ്ട് ഏറ്റു പറയുക. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും കൂടെ ഞാൻ വിശ്വസിക്കണം. എന്തിനാ യേശുവിനെ ഉയർപ്പിച്ചെന്നറിയാവോ? യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ ഉള്ളൂ യേശു മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് വന്നവർക്ക് നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരാൾ എനിക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കണം. അതായത് പിശാച് എന്നെ ടെംപ്റ്റ് ചെയ്യാൻ വരുമ്പോൾ, പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നും വരത്തില്ല. ചിലപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആദ്യം വിശ്വസിക്കുന്നതാണ് എന്നത് കരയുവാണ് സാധാരണ ചെയ്യുന്നത്. പറ, ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചിന്തിക്കുന്നത്? ആ സമയത്ത് നമുക്ക് വിശ്വാസം വരുമോ? നമുക്ക് പെട്ടെന്ന് ഒരു സങ്കടം വന്നില്ല, പെട്ടെന്ന് നിങ്ങൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട്, എൻ്റെ ദൈവമേ, അപ്പോഴാണ് നോക്കിയപ്പോൾ വലിയ എന്തോ മാരക രോഗങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളിത് കേൾക്കണം. നമ്മുടെ ആൻറ്റി പറഞ്ഞൊരു സാക്ഷ്യം, ക്യാൻസർ രോഗം സൗഖ്യമായത്. അപ്പൊ ഇത് എന്നിട്ട് ഡോക്ടർമാർക്ക് വിശ്വാസമില്ലാത്ത, ഞാൻ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യരുത്, അവർ പഴയ റിസൾട്ട് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പോകാന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാനത് പറഞ്ഞ് ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ വചനം പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി അതായത് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകുമെന്നും നമ്മൾ ക്ഷീണിച്ചു പോകുമെന്നും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ബ്രദറെ എന്നോടൊന്നും തോന്നരുത് ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് വചനം പറഞ്ഞത്, പക്ഷേ എങ്കിലും ബ്രദറെ എനിക്ക് ഇപ്പം ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, എന്നോട് ദേഷ്യപ്പെടുന്ന പറയും. എനിക്ക് നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ല. കാര്യം യേശുവിനെ അറിയാം, എനിക്കും അറിയാം. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടു, പക്ഷെ നാളെ നിങ്ങൾ ബ്രദറിനെ വിളിക്കാത്ത രീതിയിൽ നിങ്ങൾ വളരും. അതിന്റെ കാരണം യേശു പിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ എൻ്റെ രക്ഷാ ജീവിതത്തിൻ്റെ അകത്ത് പൗലോസ്ലീഹ പറയുകയാണ്, നമ്മളെ റോമാലേഖനത്തിലെ വാക്യത്തിലേക്ക് ഒന്ന് ഞാൻ ഓടി വരികയാണ്. റോമാലേഖനത്തിലെ വാക്യത്തിലേക്ക് പൗലോസ് വന്നിട്ട് പറയുന്ന വാക്ക് നോക്കിയേ. ഏറ്റവും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറയ്ക്കുന്നു. പൗലോസിന്റെ ഉറപ്പ് എന്നാണെന്നറിയാവോ? മരണത്തിനോ ജീവനോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും, തൊട്ടുമുളത്തെ വാക്കിൽ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ യാതൊന്നിനും ക്രിസ്തു യേശുള്ള ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് അഹങ്കാരത്തിന്റെ വാക്കല്ല, അത് പകരം യേശുവിനെ പറ്റിയുള്ള അറിവ് കിട്ടിയതുകൊണ്ടാണ്. നമുക്ക് പലപ്പോഴും രക്ഷിക്കപ്പെടുമ്പം നമുക്ക് ലഭിക്കാതെ പോകുന്നതും ഈ അറിവാണ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നിങ്ങൾ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ 2 വയസ്സുള്ള കൊച്ചിനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത്, ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ നേരെ ജമ്മു കാശ്മീരിലോട്ടോ ഡൽഹിയിലേക്കോ ബാംഗ്ലൂരിലോട്ടോ ചെന്നൈയിലേക്കോ ഒക്കെ നിങ്ങൾ ടൂർ പോയെന്ന് വിചാരിച്ചു. ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ആ കൊച്ചിനെ എവിടെയായിരിക്കും വെക്കുന്നത്?
നമ്മളെ കൈ പിടിക്കുന്നു. ചേർത്ത് പിടിക്കും. ശ്രദ്ധിച്ച് പിടിക്കും. ഇവിടെ കയ്യിൽ ചേർത്ത് പിടിക്കും. ചേർത്ത് എന്തിനാ നിങ്ങൾ ആ കൊച്ചിനെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന്റെ കാരണം? അങ്ങനെ കൊച്ചിന് കൈയും കാലും ഇല്ലേ? കുഞ്ഞിനൊന്നും അറിയത്തില്ല. കുഞ്ഞിന് എന്തില്ല? ആ കുഞ്ഞിനെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന്റെ കാരണം നമുക്കറിയാം, ആ കൊച്ച് കൈവിട്ട് കഴിഞ്ഞാൽ പട്ടണത്തിൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെട്ടു പോകും. അതിനൊറ്റയ്ക്ക് അതിന് മൂവ് ചെയ്യാൻ കഴിയത്തില്ല, അതിന് സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട് നാശത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയല്ലേ ക്രിസ്തീയ ജീവിതം? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ആപത്തുകൾ, അനർത്ഥങ്ങൾ, വിഷയങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി നടക്കുവല്ല, കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. യേശു എന്നെ നടത്തുവാണ്. ഇതാണ് പൗലോസിന് ലഭിച്ച ഏറ്റവും വലിയ അറിവ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പൗലോസ്ലീഗ സഞ്ചരിച്ച പലയിടങ്ങളിലും പല ടെംപ്ടേഷനും പുള്ളിക്ക് വന്നു കാണും, പല ആപത്തുകൾ, പിന്മാറ്റത്തിൽ പോകേണ്ട. പൗലോസ് തന്നെ പറഞ്ഞു, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് വിടുവിക്കും? ഞങ്ങൾ മരിക്കുമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ വിശ്വസിക്കേണ്ടി വന്നു. അത്യന്തം ഭാരപ്പെട്ടെന്ന് പൗലോസ് പറഞ്ഞത്. ഞങ്ങൾ ശക്തിക്ക് മീതെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു പൗലോസ്ലീഗ പറയുക. അപ്പം അതിൻ്റെ അർത്ഥം ആ വിശ്വാസം വരെ അവിടെ ചോർന്നു പോയി. എന്നിട്ട് പൗലോസിനെ തകർന്നു പോയോ? ഇല്ല. കാര്യം പൗലോസിന്റെ അറിവിൻ്റെ അകത്ത് പൗലോസ് ഉറച്ചവനായിരുന്നു. എന്നാലൊരു വിശ്വാസി ഈ അറിവിലാണ്, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. എന്താ തെളിവ്? അതാണ് വചനം കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും എപ്പോഴും ഞാൻ വാണിംഗ് പറയും, നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും തല വെക്കരുതേ. എല്ലാ പ്രാർത്ഥന കൂട്ടുകാരുണ്ട്, കാണുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പോയി ഭയങ്കര അത്ഭുത ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് നോക്കണം, അവിടെ എന്താണ് ഈ വചനം പറയുന്നത്, ശ്രദ്ധിക്കണം. ചിലരുണ്ട്, ആര് കണ്ടാലും ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർ ജന്മത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവർ ജന്മത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അവരെന്താണോ അവരങ്ങനെ തന്നെയാണ്. അവർക്ക് ഒരു മാറ്റം ഉണ്ടാകത്തുമില്ല, അവർ മാറത്തുമില്ല. ഞാൻ ശപിക്കുമൊന്നുമല്ല കേട്ടോ. അതിൻ്റെ കാരണം അവർക്ക് ഉള്ളിലേക്ക് പല ചിന്തകളും പല ആശയങ്ങളും പല അറിവുകളും കയറി നിറഞ്ഞിരിക്കുക. അവരുടെ ഫെയ്ത്ത് വർക്കാകത്തില്ല, അവരുടെ വിശ്വാസം സ്റ്റക്കായിപ്പോയി. അവർക്കൊരിക്കലും പിന്നെ വളരുവാൻ കഴിയത്തില്ല. ഇനി എന്ത് സംഭവിക്കണം? അവർ യേശുവിനെ പറ്റിയുള്ള അറിവിൽ വളരണം. അപ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തി യഥാർത്ഥ രക്ഷയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? യേശുവിൻ്റെ മരണ ഉയർപ്പിനെ പറ്റിയുള്ള അറിവിലുള്ള വിശ്വാസം ഉണ്ടാകണം. ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. അങ്ങനെ പിന്മാറിപ്പോകുന്നവനൊന്നും ഈ അറിവിൽ വരാത്തവനാണ്. അതെ, ഞാൻ ചോദിട്ടെ, പൗലോസ് പറഞ്ഞ വാക്ക് നോക്കി, നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ വാളോ ആപത്തോ. അപ്പൊ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഇതെല്ലാം വന്നയാളായി പറയുന്നത്, അല്ലാതെ പൗലോസ്ലീഗ അവർ AC റൂമിൽ ഇരുന്നുകൊണ്ടല്ല ഇത് എഴുതുന്നത്. കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുന്നുകൊണ്ടൊക്കെയാ പല ലേഖനം, ഫിലിപ്പിയ ലേഖനമൊക്കെ കാരാഗ്രഹ ലേഖനങ്ങളാ. ഇതെല്ലാം എന്നെ തിരുന്നോണ്ട് എഴുതുന്നത്. സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുമെന്ന് എഴുതുന്ന സമയത്ത് പൗലോസ് കാരാഗ്രഹത്തിന്റെ അകത്ത് കയ്യാവും വെച്ച് കിടക്കുക, തടവുപുള്ളിയായിട്ട് കിടക്കുക. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹൂ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നൊരു യേശു ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് എവിടെ ഒന്നുകൊണ്ടാ? അപ്പൊ അതിനകത്ത് അറിവുണ്ടോ? നിനക്ക് എന്നെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടുന്നൊക്കെ എന്ത് ചെയ്തും കർത്താവ് എന്നെ കണ്ട്, ഞാൻ ദൈവത്തിന്റെ കൂടെയാണ്, ഈ പ്രതിസന്ധിക്കൊന്നും എന്നെ തകർക്കാൻ കഴിയത്തില്ല. വാക്കുമാറാത്തവൻ, കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, എന്നേക്കും കൂടെയുള്ളവനാണ് എൻ്റെ യേശു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണത്തിനോ ജീവനോ വാഴ്ചയ്ക്കോ അധികാരമുള്ളതിനോ യാതൊന്നിനും ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കും. അവിടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അങ്ങോട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയം അത്ഭുതമായി നടക്കും. ബ്രദർ, ഇത്ര ഉറപ്പെന്നെ ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം പിതാവിന്റെ വലതുഭാഗത്തുണ്ട്, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റിന്റെ പ്രത്യേകത, നിങ്ങളെ വാദിച്ച് നിങ്ങളുടെ പക്ഷത്ത് ചേർന്ന് പിതാവോട് സംസാരിച്ച് പിതാവിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി വിടുതലുകളെ ദൈവം ചെയ്തിരിക്കും. യേശുവിനുള്ള ഉറപ്പാണേ. നമ്മൾ അങ്ങനെയല്ലേ കോടതിയിൽ പോയിട്ട് കേസില്ലാ വക്കീലിനെ കേസ് കൊടുക്കുവോ? ആരെങ്കിലും കൊടുക്കുവോ? ഒരു കേസും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ വിളിച്ചിട്ട് നമ്മൾ പറയുക വലിയൊരു കേസുണ്ട്, കൊടുക്കുവോ? ഇല്ല. നമ്മൾ ആദ്യം അന്വേഷിക്കും, ഈ വക്കീൽ എങ്ങനെയുണ്ട്. അവിടെ ഇരുന്ന ആൾക്കാർ പറയും, അയ്യോ മിടുക്കനാണ്, മിടുക്കൻ വക്കീലാ, ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും മിടുക്കനാ. അങ്ങനെയുള്ള ആൾക്കല്ലേ നമ്മൾ പോകത്തുള്ളൂ. അല്ല, നമ്മൾ അവിടെ നിന്നുകൊണ്ട് കോടതി ചെന്ന ഉടനെ ഏതെങ്കിലും ഒരു വക്കീൽ, ഓക്കെ, ചിലപ്പോൾ ആ വക്കീല് ഡിവോഴ്സിന്റെ വക്കീലായിരിക്കും, ആ വക്കീലിനെ കൊണ്ടുപോയിട്ട് നമ്മൾ വലിയ ക്രിമിനൽ കേസ് കൊടുത്ത് എങ്ങനെ ഇരിക്കും? നമുക്കൊരു അറിവുണ്ടായിരിക്കണം, യേശു ആരാണ്,
യേശുവിനെ പറ്റി അറിവ് വേണം. അതാണ് രക്ഷയുടെ ഉറപ്പ്. രക്ഷയുടെ ഉറപ്പ് യേശുവിനെ പറ്റിയുള്ള അറിവാണ്. ഇതില്ലാത്തവൻ വീഴും. ഇതില്ലാത്തവൻ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകും. ഇതില്ലാത്തവൻ 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് 3-ാം ദിവസം ഇട്ടേച്ചു പോകും. അവൻ പിറുപിറുത്തോണ്ടിരിക്കും. അറിവുള്ളവൻ പറയും, കർത്താവ് എന്നെ കൈവിടത്തില്ല. ശരിയാ, എനിക്ക് സംശയമുണ്ട്, എനിക്ക് ചില സമയത്തൊക്കെ വീഴ്ചയൊക്കെ സംഭവിക്കാറുണ്ട്, എനിക്ക് ചില സമയത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്, പിറുപിറുപ്പൊക്കെ പറയാറുണ്ട്, ചില സമയത്ത് ഞാൻ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു പോകാറുണ്ട്, ചിലപ്പോൾ ഞാൻ കരയാറുണ്ട്, ഞാൻ സങ്കടപ്പെടാറുണ്ട്, ഞാൻ ദൈവത്തോട് പഴി പറയാറുണ്ട്. എങ്കിലും അത് കഴിയുമ്പം എൻ്റെ അകത്തേക്ക് ഉറപ്പ് വരും, എൻ്റെ യേശു ഒരു വഴി തുറക്കും. ഇത് നിങ്ങളുടെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? ആരുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്? ആരുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്? അയ്യോ, എന്നാ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ അകത്ത് എവിടെയൊക്കെയോ യേശുവിന്റെ ഉറപ്പിലുള്ള അറിവിലുള്ള വിശ്വാസം പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ അകത്തേക്ക് ഒരു അറിവ് കയറട്ടെ. ഈ രോഗത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല, ഈ രോഗശക്തിക്ക് എന്നെ കൊല്ലാൻ കഴിയത്തില്ല. അത് നിങ്ങളെ മെഡിക്കൽ റിപ്പോർട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് മാറ്റിവെച്ച് യേശുവിന്റെ വചനം ഒന്ന് മുറുകെ പിടിച്ച്, അതാണ് ഒറിജിനൽ റിപ്പോർട്ട്. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് കൈ പിടിച്ച്, ഇതാ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എടുത്ത് കൈ പിടിച്ച്, യേശുവിന്റെ തിരുമുറിവിന് ഏതാ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് എടുത്ത് കയ്യിലോട്ട് പിടിച്ച്, ഏതാ റിപ്പോർട്ട്? വേഗത്തിൽ പറ. മെഡിക്കൽ റിപ്പോർട്ട്, യേശുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഏതാ? അതാണ് നിങ്ങളുടെ റിപ്പോർട്ട്. സ്വർഗത്തിലെ ഹോസ്പിറ്റലിൽ നിങ്ങളെ സ്കാൻ ചെയ്തിട്ട് സ്വർഗത്തിലെ ദൂതന്മാര് ദൈവത്തിന്റെ സ്ഥലത്തു നിന്നും വലിയൊരു പ്രൊക്ലമേഷൻ പുറത്തേക്ക് വന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽ. ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട് കേട്ടോ. ഈ റിപ്പോർട്ടും കൈപിടിച്ചുകൊണ്ട് ലോകത്തിലെ മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് പറ, ഞാൻ അത് വിശ്വസിക്കുന്നില്ല, ഞാൻ ഈ റിപ്പോർട്ടേ വിശ്വസിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളെ കേട്ടതുപോലെ സ്കാനിങ് റിപ്പോർട്ടിന്റെ അകത്ത് എന്താ കേട്ടത്? ആന്റി പറഞ്ഞതുപോലെ ആദ്യം എടുത്ത റിപ്പോർട്ടിൽ ആ ഉദരത്തിന്റെ അകത്ത് ക്യാൻസർ ഉണ്ട്. RCCയിൽ അവർ എന്ത് പറഞ്ഞത്? സർജറി ചെയ്ത് ആ ക്യാൻസറിന്റെ മുഴ നീക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ അതിശയിച്ചു. ആദ്യം കണ്ട 75 വയസ്സുള്ള അപ്പച്ചന്റെ ഉദരത്തിൽ ആ മുഴയില്ല. ആദ്യത്തെ റിപ്പോർട്ട് എവിടുന്നായിരുന്നു? നമ്മുടെ കേരളത്തിലെ ഏതോ മെഡിക്കൽ സെന്ററിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നത് സ്വർഗത്തിൽ നിന്നാ. ഈ ഭൂമിയിലെ സ്കാനിങ് മെഷീനിലേക്ക് അത് പതിഞ്ഞിട്ട് വെളിപ്പെട്ടു, മുഴ അപ്രതീക്ഷിതമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ തിരുമുറിവിന്റെ റിപ്പോർട്ട് എടുത്ത് കൈപ്പിടിച്ച് രോഗികളായി ഭാരപ്പെടുന്നവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പറ, യേശുവിന്റെ നാമത്തിൽ പറ, യേശുവിന്റെ നാമത്തിൽ പറ. കയ്യിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഉയർത്തിക്കുക. കർത്താവിന്റെ തിരുമുറിവിനാൽ, in the name of Jesus Christ, in the name of Jesus Christ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹാലേലൂയ. എന്നോട് കർത്താവിന്റെ വാക്ക് പറയാം, ക്ലാരയുടെ മൂത്ത മോന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു എന്നൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. ആരാണോ ക്ലാരയുമായി ബന്ധപ്പെട്ട് ക്ലാരയുടെ മൂത്ത മോന്റെ ഭാവിക്ക് തടസ്സമായി നാളുകളായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, 2.5 വർഷമായിട്ട് അവന്റെ ജീവിതത്തിന്റെ അകത്ത് പിശാച് അവന്റെ നന്മയെ മുഴുവനും തടസ്സപ്പെടുത്തി അവനെ ഒതുക്കുവാൻ നോക്കുന്ന സകല മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ നിന്ന് കർത്താവ് അത് പുറത്തെടുക്കുകയാണ്. ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഞാൻ ഈ പറഞ്ഞ വിഷയം 2.5 വർഷമായിട്ട് ആ മകന് മേൽ ഒരു വെല്ലുവിളി പോലെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ആരാന്ന് വെച്ചാൽ ബന്ധപ്പെട്ടത് ചാടി പിടിച്ചോണം. നിന്റെ കുടുംബത്തെ വിളിച്ച് പറയണം, നിന്റെ ഭവനത്തിൽ നിന്റെ മകന് 2.5 വർഷമായി ബ്ലോക്കായിരുന്ന ഭാവിയെ യേശു തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥനയിൽ നിങ്ങളെന്ന് യേശുവിൽ വിശ്വസിച്ച്, എൻ്റെ കർത്താവ് ശക്തനാണ്, എൻ്റെ കർത്താവ് ബലശാലിയാണ്, എൻ്റെ ദൈവം സർവശക്തനാണ്. ഈ മ്യൂട്ട് നിങ്ങൾ പറയാൻ വേണ്ടി ആണെന്ന് മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്റെ അമ്മയുടെ പള്ളിയിൽ ഇട്ടേക്കുന്ന പേര് ക്ലാര എന്നാണ്. ഞങ്ങക്ക് ചേട്ടനുണ്ട്, മൂത്ത ചേട്ടനുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ചേട്ടന്റെ വിഷയത്തിൽ 2.5 വർഷമായിട്ട് ബ്ലോക്കായി നിൽക്കുന്ന ഒരു മേഖലയെ കർത്താവ് തൊടുവാന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിനെ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കർത്താവ് സ്പർശിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുകയാണ്. കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് വെളിപ്പെടുകയാണ്.
മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും പ്രാർത്ഥിച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു വീടിൻ്റെ അകംവശം കർത്താവ് എന്നെ കാണിക്കുകയാണ്. നമ്മുടെ ഈ അരിച്ചാക്ക് പോലത്തെ, അരിച്ചാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകളാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തുണിച്ചാക്കല്ല, ഈ അതുപോലത്തെ ചാക്കുകൾ വീടിൻ്റെ അകത്തെ സെൻറ്ററായിട്ടുള്ള ഒരു മുറിയിൽ അടുക്കി, അല്ലെങ്കിൽ ആ ഒരു നിലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാനൊരു വീടിൻ്റെ അകത്ത് കാണുന്നു. എന്നോട് ആ വീടിനെ പറ്റി കർത്താവ് എപ്പോഴും ഒരു നനഞ്ഞ അവസ്ഥയിൽ, ഞാൻ പറഞ്ഞ മഴ നനയ്ക്കുന്ന അവസ്ഥയല്ല, എപ്പോഴും തന്നെ നനഞ്ഞ അവസ്ഥയാണ് ആ ഭവനത്തിൻ്റെ അകത്ത്, ഒരു മൂകതയുടെ അവസ്ഥയാണ്. പലപ്പോഴും ആ വീടിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണ്. കുറേ നാളുകളായിട്ട് വല്ലാത്തൊരു നഷ്ടബോധം ഹൃദയത്തിൻ്റെ അകത്ത് ഭരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുക. വല്ലാത്ത നഷ്ടബോധം ശരീരത്തെ മനസ്സിനെ ഒരു വല്ലാത്തൊരു ശൂന്യതയിലേക്ക് കൊണ്ടുപോയിട്ട് മനസ്സിനെ മടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ആ കുടുംബത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ കുടുംബത്തെ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു ആകുലതയാ, തലമുറകളെ ഓർത്തൊരു ആകുലതയാ, കുടുംബത്തെ ഓർത്തൊരു ആകുലതയാ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. ആരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. ഇന്ന് ഞാൻ കാണുന്ന കാഴ്ച അതാണ്. ഈ യേശുവിൻ്റെ സിസ്റ്റർ ഇത് പറയാൻ വേണ്ടിയാണോ എന്ത് തുറന്നത്? സിസ്റ്ററുടെ വീട്ടിലോ? എന്റെ ചേച്ചിയുടെ മകൻ, ചേച്ചിയുടെ വീട്ടിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ചേച്ചിയുടെ മകൻ 35 വയസ്സായ ഡയബറ്റിക് രോഗിയാണ്. കുടുംബത്തില് ഭയങ്കര അസ്വസ്ഥതകളാണ്. ഒത്തിരി പ്രശ്നങ്ങളാണ് കുടുംബത്തില്. ഇപ്പൊ ഈ പറഞ്ഞ അടയാള പ്രകാരമാണോ? ചാക്ക് ഞാൻ കാണുന്നില്ല. അല്ലല്ല, ഞാൻ ഈ പറഞ്ഞ അടയാളം ശ്രദ്ധിച്ചോണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഭവനമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം. ആലോചന എന്നാൽ ഏറ്റെടുത്തോ കുടുംബത്തിന് വേണ്ടി, പക്ഷേ ഈ ആലോചന ശ്രദ്ധിക്കണം. സ്പെസിഫിക് ആയിട്ട് ചില ഭവനങ്ങൾ, ഈ ആലോചന ഓരോ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി അത് ആ വ്യക്തിപരമായിട്ടുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിച്ചോണം, ഏറ്റെടുത്തോണം. ഞാൻ കാണുന്നത് ആ കുടുംബത്തെ തന്നെയാണ് കർത്താവ് എന്നെ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ആ കുടുംബത്തിൽ അതേപോലെ തന്നെ കർത്താവിനെ കാണുന്നത്. ഒരു പ്രായമായ ഒരു മനുഷ്യൻ ആ വീടിൻ്റെ വാതിക്കൽ ഇരിക്കുന്നതായിട്ട് ഞാൻ ആ വീടിനെ പറ്റി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത്. പ്രായമായ മനുഷ്യൻ ആ വീട്ടിലുണ്ട്. അദ്ദേഹം എപ്പോഴും വീടിൻ്റെ മുമ്പിലായിട്ട് എപ്പോഴും വന്ന് ഇരിക്കുക. അദ്ദേഹം പുറത്തേക്ക് വന്നത് യാത്ര ചെയ്യുന്ന മനുഷ്യനല്ല. എപ്പോഴും വീടിൻ്റെ ആ തിണ്ണയിൽ ആ ഫ്രണ്ട് വശത്ത് വന്ന് എപ്പോഴും ഇരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിനെ പറഞ്ഞ എല്ലാം നനഞ്ഞ അവസ്ഥയെ മാറിയിട്ട് ഫലവത്തായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥകൾ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരാത് പറഞ്ഞു? അത് മുറിയിലല്ല, എന്റെ ഒരു സൈഡിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ചാക്കിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണോ? കുടുംബമായിട്ട് ബന്ധപ്പെട്ടതാണോ? കുടുംബത്തില് അച്ഛനുണ്ട്. അച്ഛൻ ഇങ്ങനെ എപ്പോഴും വീടിന് പുറത്തധികം പോണില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആമേൻ. എങ്ങും പോകുന്നൊന്നുമില്ല? ഇല്ല, എങ്ങും പോകുന്നില്ല. ഓ സിസ്റ്റർ, ഏറ്റെടുത്തോ. കർത്താവ് എന്ന കുടുംബത്തോട് വേണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം കർത്താവ് തുറക്കുവാണ്. കർത്താവ് എല്ലാം കാണുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് ഇന്ന് തുടങ്ങുകയാണ്. ഞാനൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആൻറ്റോ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ഞാൻ കാണുകയാണ്. ആൻറ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് തൊടുന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ കാണുന്ന ഈ ആൻറ്റോയുമായി ബന്ധപ്പെട്ട് ഒരു ജോർജിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ആൻറ്റോയുമായി ബന്ധപ്പെട്ട് ഒരു ജോർജിനെ കർത്താവ് സ്പർശിക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ കുടുംബത്തെ കർത്താവിനെ കാണാം. ആ വ്യക്തി മുഖാന്തരം ഞാൻ കാണുന്നൊരു വട്ടമുഖമുള്ള ഒരു കഷണ്ടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ഈ ജോർജിനെ കാണുന്നത്. മുമ്പിൽ വശത്ത് മുടിയില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആൻറ്റോയുമായിട്ട് കണക്ട് ചെയ്ത് ജോർജുമായി ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഒഴുകുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് ലൈവിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന രീതിയിൽ കർത്താവിലേക്കുള്ള ഒരു അറിവ് നിങ്ങളുടെ അകത്തുനിന്ന് അറിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കടവാരത്താൽ ഭാരപ്പെടുന്നവർ കൂടി ഞാൻ പറഞ്ഞു മിറക്കിൾ മണിക്ക് വേണ്ടി പറ. ഇങ്ങനെ തന്നെ പറ, കർത്താവ് മീൻ്റെ അകത്ത്, കർത്താവ് ഇന്ന് ചതുരദ്രഹ്മപ്പണം, ഇനി അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മീൻ്റെ അകത്ത് പത്രോസ് ലീഹായ്ക്ക് വേണ്ടി നന്മ ഒരുക്കി വെച്ച, നന്മ എടുത്തു പറ, പണം ഒരുക്കി വെച്ച ദൈവം, സമ്പത്ത് ഒരുക്കി വെച്ച ദൈവം,
അങ്ങനെ തന്നെ പറ. സമ്പത്തൊരുക്കി, ഒരു മടിയും വേണ്ട, ഒരു മടിയും വേണ്ട. മീൻ്റെ അകത്ത് സമ്പത്തൊരുക്കി വെച്ച ദൈവം ഇന്ന് ഞാൻ മകനാണ്, മകളാണ്, എൻ്റെ അക്കൗണ്ടിൽ നന്മകൾ വരും, മിറക്കിൾ മണി എൻ്റെ കയ്യിലോട്ട് വരും, അക്കൗണ്ടിൽ മാത്രം എൻ്റെ കയ്യിലോട്ട് വരും. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സാമ്പത്തിക കുരുക്കുകൾ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് സഹായിക്കുമെന്ന്, ബ്ലേഡുകാരെ സഹായിക്കുമെന്നൊക്കെ വിശ്വാസമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് താഴട്ടെ. ബ്ലേഡുകാരനേക്കാൾ വിശ്വാസം ദൈവത്തിലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് മിറക്കിൾ മണിക്ക് വേണ്ടി. മിറക്കിൾ മണി, മിറക്കിൾ മണി, മിറക്കിൾ മണി. മിറക്കിൾ മണി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത്ഭുതകരമായി ഉണ്ടാകുന്നത്, നാച്ചുറലായിട്ട് സംഭവിക്കുന്നതല്ല. നിങ്ങൾക്കൊരു കടഭാരം നീങ്ങുമ്പോഴേക്ക് വീട് വിറ്റിട്ടോ കാറ് വിറ്റിട്ടോ ലോൺ എടുത്തിട്ടോ വീടുകാരനെ എടുത്തിട്ടോ കിട്ടുന്ന കാശ് നോർമലാണ്. പക്ഷെ മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ആകാശം തുറന്ന് മഞ്ഞ കൊഴിച്ചില്ലേ. ഹോട്ടലുകാരൻ, ഒരു ഹോട്ടലിൽ നമുക്കറിയാം യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, ആ ഒരു അപ്പം ഒരു മനുഷ്യന്റെ തീന്മേശയിലേക്ക് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കൊയ്ത്തുണ്ട്, ഒരു വിതയുണ്ട്, ഒരു മില്ലിൽ അത് പൊടിപ്പിക്കണം, അതെന്ത് ചെയ്യണം, അത് ഉണ്ടാക്കണം, അതൊരു തീ വേണം, പാത്രം വേണം, ആളുകൾ വേണം, പാചകക്കാരൻ വേണം. ഇതൊന്നുമില്ലാതെ കർത്താവിന് അത് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ മിറക്കിളായിട്ടുള്ള മണി, മിറക്കിൾ മണി, മിറക്കിളായിട്ടുള്ള ഡെലിവറൻസുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി. ആ രോഗികളെ കൈവിടല്ലേ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, ആ മെഡിക്കൽ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് ഞാൻ ഇതേ വിശ്വസിക്കുന്നുള്ളെന്ന് പറ. ഇതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ, ഇതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. എന്നോട് കർത്താവ് ഇങ്ങനെ പറയും, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മുഴ, നെറ്റിയിൽ ഒരു മുഴ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ആ കൈ അവിടെ വെച്ച് ഇപ്പം മുഴ ചുങ്ങുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കർത്താവിന്റെ അത്ഭുതകരം എന്ന് വെളിപ്പെടുക. ആ മുഴകൾ അപ്രതീക്ഷിതമാകും ശരീരത്തിൽ നിന്ന് തന്നെ. യേശുവിന്റെ തിരുമുറിവിൽ അത്ഭുത സൗഖ്യം നിറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ഉദരത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വല്ലാത്ത ചില ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇപ്പൊ ഭയപ്പെടുകയാണ്, മറ്റെന്തോ മാരക രോഗത്തിലേക്ക് ഞാൻ പോകുക എന്നുള്ള ഭയത്തിലിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആ വ്യക്തി ആ ഉദരത്തിലോട്ട്, വയറിന്റെ അവിടെ കൈവച്ച്, ഇനി മേലാൽ ആ വേദന വരത്തില്ല, മെഡിക്കൽ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച്, ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ് കേട്ടോ, സ്വർഗത്തിൽ നിന്ന് റിലീസായ സ്കാൻ റിപ്പോർട്ടാണ്, ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടാണ്, മെഡിക്കൽ റിപ്പോർട്ടാണ്. എന്താണ് അവിടെ റിപ്പോർട്ട്? ഹി സ്ട്രൈപ്സ് യു ആർ ഹീൽ. യേശുവിന്റെ തിരുമുറിവിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ സൗഖ്യമായി. സ്വർഗം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, സ്വർഗം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, യേശുവിൽ നീ സൗഖ്യമായിരിക്കുന്നു. പറ, ഞാനത് മുറുക്കെ പിടിക്കുന്നു. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു ഞാൻ രോഗിയല്ല, യേശുവിൽ സൗഖ്യമായിരിക്കുന്നു. ആ റിപ്പോർട്ട് മുറുക്കെ പിടിച്ച് പിശാച് പറയട്ടെ നീ രോഗിയാന്ന്, മെഡിക്കൽ സയൻസ് ആയിട്ട് രോഗിയാന്ന് പറ. ഞാൻ ആ റിപ്പോർട്ട് അല്ല വിശ്വസിക്കുന്നത്, യേശുവിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അത്ഭുതത്തിന് നന്ദി കർത്താവേ, അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹിക്കുന്നല്ലോ, സകല കാര്യത്തിലും കർത്താവ് നമ്മളെ സ്തുതിക്കുന്നല്ലോ. എന്നെ കർത്താവ് പെട്ടെന്ന് സുധി എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയും. സുധി എന്നാണ് വിളിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള പേര് എനിക്ക് അറിയത്തില്ല, വിളിപ്പേരാണ് കരുത്തില്ല. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആരാണ് സുധി എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ കാണിക്കുക. അതാണ് സുധിയായിട്ട് ബന്ധപ്പെട്ടത്. ആരാണോ പെട്ടെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. ആരാ? സ്തുതി, സ്തുതിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ടുമാറുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ആരും ലെഫ്റ്റ് ചെയ്യരുത്. നമ്മൾ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വിതച്ചവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിത കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. ഞാൻ വരും ദിവസങ്ങളിൽ ഗൂഗിൾ പേയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഫോൺ പേ ചോദിച്ചവരുണ്ട്, അത് ദിവസങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് വിതച്ചവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ മാസവും കർത്താവിൻ്റെ നാമത്തിൽ മാസം അവരുടെ വേലയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ദശാംശങ്ങൾ വിതയ്ക്കുന്നവരുണ്ട്. നല്ല തീരുമാനങ്ങൾ പറഞ്ഞ ബ്രദറിലേക്ക് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. നല്ല തീരുമാനം. കർത്താവിൻ്റെ വേലയിൽ ഒരിക്കലും ചിന്തിക്കരുത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്രദറിന് കൊടുത്തു വന്നു. എനിക്ക് ചിലപ്പോൾ നിങ്ങളെ അറിയത്ത് പോലും ഇല്ലായിരിക്കാം, എൻ്റെ ഒരു കണക്ക് പോലും ഇല്ലായിരിക്കും. പക്ഷേ വിതയ്ക്കുന്നവൻ്റെ വിതയെ അളക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. വിതയ്ക്കുന്നവൻ കൊയ്യുവാൻ വിത്ത് നൽകുന്നൊരു ദൈവമുണ്ട്. ആ ദൈവനാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. ഇനി മുന്നോട്ട് കർത്താവ് നിങ്ങളെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കും. ഫിനാൻഷ്യൽ മേഖലകളെ തുറന്ന് പ്രാർത്ഥിക്കുന്ന വായ്പ മേടിക്കത്തില്ല. ഈ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ഗൂഗിൾ പേ ഇല്ല, അതിലോട്ട് നിങ്ങൾ ചെയ്യരുത്. നമ്പർ ഞാൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും. പുതുതായിട്ട് വരുന്നവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ വിതയ്ക്കുന്ന രാജ്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ വിതയ്ക്കുന്നു. ഈ ദിവസം കൊണ്ട് പറഞ്ഞോണം, എനിക്ക് മിറക്കിൾ മണി ഉണ്ടായിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാം കിട്ടിയിട്ട് വിതയ്ക്കാൻ നിൽക്കരുതേ. നിങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ആ കൊയ്ത്തായിട്ട് അത് മാറും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ഞാൻ കഴിഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലെ എറണാകുളത്തെ മീറ്റിങ്ങിൻ്റെയും കൊല്ലത്തെ മീറ്റിങ്ങിൻ്റെയും ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇന്നും വൈകിട്ടത്തേക്കോ നാളെ രാവിലത്തേക്കോ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും. എല്ലാ ഗ്രൂപ്പിലും കയറി എല്ലാവരും പങ്കുചേരരുത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ, ഇപ്പോൾ കൊല്ലത്തുനിന്ന് വരുന്നവരാണെങ്കിൽ തിരുവനന്തപുരത്തുനിന്നോ അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. എറണാകുളത്ത് നിന്നാണെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കോ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നുള്ളവർക്കും ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഇനി എല്ലാ പ്രാർത്ഥനയിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലും അങ്ങനെയുള്ളവരെ പങ്കെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നോട്ടീസുകൾ വരും. ഇനി പങ്കെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഗ്രൂപ്പിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അറിയിക്കുക. നമുക്കതനുസരിച്ച് അടുത്ത മാസങ്ങൾ മുതൽ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ മുതൽ നമുക്ക് ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ ഹോളുകളായിക്കോട്ടെ ബുക്ക് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതെല്ലാം എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം, മാറ്റിവെക്കരുത്. നിങ്ങളത് വോയിസ് റെക്കോർഡായിട്ട് ഇപ്പം നിങ്ങൾ ആ എത്ര പേര് വരുമെന്നുള്ള കണക്ക് ഇപ്പോഴും എടുക്കണ്ട. അത് ജസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിന് ശേഷം ഞാൻ ചോദിക്കുമ്പോൾ ഹോള് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് പെട്ടെന്നൊരു കണക്കെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ നമ്പറുകൾ ഇട്ടാൽ മതി. എങ്കിലും ഒരു അറിവിരുന്നോട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. തുടർമാനമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങളെ കേൾക്കാം. സാക്ഷ്യമുള്ളവർ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവിക ആലോചന, അതിനുവേണ്ടിയാണ് 2 കാര്യങ്ങളാണ് ഞാനത് ഇന്ന് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വോയിസ് റെക്കോർഡ് ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ പോലെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഒരു സൗകര്യം എനിക്ക് അയച്ചു തന്നാണ്. ഞാനപ്പം അത് നിങ്ങളെ കാണിക്കുവാണ്. കർത്താവ് കഴിഞ്ഞ ദിവസം ഇടപെട്ട ഒരു ആലോചനയാണ്. ആ ആലോചന എനിക്കിങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചു വന്നു. ഒരു ദൈവിക ആലോചന ഇടപെടാൻ ഇടയായി തീർന്നു. ആലോചന അവരുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബിലാണ് സൗകര്യം കണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇത് അയച്ചു തന്നു, സ്ക്രീൻഷോട്ട് അയച്ചു വന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു പ്രവചന ആലോചന വെളിപ്പെട്ടായിരുന്നു. ട്രിവാൻഡ്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഇങ്ങനെ പോസ്റ്റിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ അത് ചെയ്യുവാൻ വേണ്ടി പോകുന്നതുമായിട്ട് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട് അതുമായിട്ട് കണക്ഷൻ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ആ ആലോചന കേട്ടിട്ടുണ്ടായിരുന്നു? എത്ര പേര് ആലോചന കേട്ടിട്ടുണ്ടായിരുന്നു? പഴയതാണ്, ഒത്തിരി ലേറ്റ്. ആ സൗകര്യം ഇന്നത് കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. എനിക്കൊന്ന് വേറെ ഏതോ രാജ്യത്തായിരുന്നു സൗകര്യം ഉള്ളത്. അപ്പം എനിക്ക് എന്നെ വൈകുന്നേരമാണ് ആ ടെസ്റ്റ് മണി കണ്ടത്. അതങ്ങനെ വേറൊരു ടെസ്റ്റ് മണി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും യൂട്യൂബിൽ അപ്പം നിങ്ങൾ എന്തൊക്കെയും പല പ്രവചനാലോചന വെളിപ്പെടുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കർത്താവ് നമ്മളെല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ എല്ലാം കർത്താവ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൗകര്യം അത് പറഞ്ഞു. ആ കുടുംബത്തെ ട്രിവാൻഡ്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗവൺമെൻറ് പേപ്പറാണത് വരാൻ വേണ്ടി പോകുന്നു. അത് കർത്താവ് റിസീവ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺഫർമേഷൻ ഒരു ജോർജ് എന്ന് കാണിക്കുന്നു പറഞ്ഞു. ആലോചന ഏറ്റെടുത്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ കാരണം അവരത് റിസീവ് ചെയ്തു. അത് ഇതിലോട്ട് വന്നിട്ടില്ല, പക്ഷേ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ദൂതായതുകൊണ്ട്, പ്രവചനമായതുകൊണ്ട് അത് റിസീവ് ചെയ്യുന്നു. വന്നിട്ടില്ല, അതിന് മുമ്പേ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. അതിൻ്റെ അർത്ഥം അതെന്നാ ബ്ലോക്ക് ആണെങ്കിലും എന്നാ തടസ്സമാണെങ്കിലും അത് തുറന്നു വന്നിരിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ആമേൻ. ഇതേപോലെ കുറേ സാക്ഷ്യം ഉണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ടായി, എനിക്കറിയാം ഒത്തിരി ഞാൻ മിസ്സാകുന്നുണ്ട് സാക്ഷ്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കണം അതെല്ലാം ഒന്ന് കേൾക്കാനൊരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ. അപ്പോൾ ഒത്തിരി സാക്ഷ്യം ഞാൻ കുറേ എടുത്തു വെച്ച് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അത് വോയിസ് റെക്കോർഡായിട്ട് അയക്കുകയാണെങ്കിൽ ഇത് കേൾപ്പിക്കാൻ പറ്റും. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ കയറി. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇനി കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ എഴുതുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിലും നല്ലത് വോയിസ് റെക്കോർഡ് വിടുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കേണ്ട. ഈ സമയത്ത് കർത്താവ് ലഭിച്ച രോഗസൗഖ്യങ്ങളോ ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ സാക്ഷ്യം പറയാം. ബർത്ത്ഡേ ആയിക്കോട്ടെ, വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, നിങ്ങൾ അനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. കർത്താവ് അത്ഭുതം ചെയ്തു. യേശുവിനെ പറ്റിയുള്ള അറിവ് എന്നാണെന്നറിയോ? ഞാനിരിക്കുന്ന കൂട്ടായ്മ കർത്താവിൻ്റെ കൂട്ടായ്മ. ഇതിൻ്റെ അകത്ത് കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഉള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകളിൽ
ഞാൻ ടോംസ് സാറിനെ ഹോസ്റ്റ് ബ്രദറെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സാക്ഷിയുണ്ട്. ആ ബ്രദറെ പറഞ്ഞു എന്റെ ഭർത്താവിന്റെ ചേട്ടന് വേണ്ടി ഞാൻ ഒരു വയറ്റിലെ മിനിറ്റ് അസ്വസ്ഥത പറഞ്ഞില്ലേ ബ്രദർ, വയറിനകത്ത് അസ്വസ്ഥത, ഇങ്ങനെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ട്, ഭയങ്കര വിഷമായിരുന്നു എന്റെ ഭർത്താവിന്റെ ചേട്ടന്. അപ്പൊ പോയി സ്കാനൊക്കെ ചെയ്തു, വയറിങ്ങനെ വീർത്തിരിക്കുകയാണ് ആളുടെ. അപ്പൊ മലം പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അവര് ശരിക്കും പേടിച്ചു, എന്താണ് ആ വയറിനകത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവര് വിശ്വാസികളല്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, ഇഷ്ടത്തോടെ കൂടി തന്നെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ പിന്നീട് ഞാൻ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു വളരെ ആശ്വാസമുണ്ട്, നല്ല മാറ്റമുണ്ട് എന്ന് വിളിച്ചു പറയാനിടയായി. ആമേൻ, സ്തോത്രം. കർത്താവ് വലിയ അത്ഭുതം. നെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ വയറിന് ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മാറ്റമുണ്ട്, വലിയ ആശ്വാസമാണ്. ആലോചിച്ചു, അപ്പോൾ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കരത്തിൽ സൗഖ്യം ഇരിപ്പുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് പലതും കാണാത്തത്. ഹല്ലേലൂയ. സിസ്റ്റർ ഇനിയും പ്രാർത്ഥിക്കുക. അസ്വസ്ഥതയിൽ മുന്നിൽ കർത്താവ് കൊടുത്ത അത്ഭുത സാക്ഷ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. ബ്രദറെ എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞോ. എന്റെ മകൻ അബുദാബിയിൽ റിഗിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്നലെ രാത്രി വിളിച്ചപ്പോ പറഞ്ഞു കടലിന്റെ നടുക്കാണ്, കടലില് പ്രതികൂലം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആങ്കറിൽ കെട്ടി ഇട്ടേക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രി പ്രാർത്ഥിച്ചു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിയുന്ന ദൈവമേ പ്രതികൂലത്തെ അനുകൂലമാക്കണമെന്ന്. ഇന്ന് രാവിലെ മെസ്സേജ് വന്നു, അമ്മേ അതെല്ലാം ഓക്കെ ആയി, വർക്ക് തുടങ്ങി, ജോബ് തുടങ്ങി എന്നും പറഞ്ഞ് ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. നന്ദി കർത്താവ്. ഇന്ന് ദൈവം പ്രാർത്ഥിക്കാൻ കൃപ കൊടുത്തല്ലോ. ആപത്തിൽ നിന്ന് അനർത്ഥം ദൈവം വിടുവിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാൻ മത്സരാണ്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു. മോളുടെ ജോലിയിലൊക്കെ ഒത്തിരി സ്ട്രെസ് ഉണ്ട്. അവള് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ വർഷമായിട്ട് അവരത് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് നല്ല പൈസ മുടക്കണം. അപ്പൊ അത് ഞങ്ങൾ അത് ബ്ലോക്ക് ചെയ്ത് ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അവിടെ പ്രവർത്തിക്കണം. ഈ മാസം ലാസ്റ്റാണ് അവൾക്ക് അത് ചെയ്യേണ്ടത്. അത് ദൈവം അതിന് അത്ഭുതകരമായിട്ട് അത് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. ഈ പേരും കൂടെ ഒന്ന് കുറിച്ചു കർത്താവ് എന്നെ സ്ത്രീനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അഞ്ജലിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കൃപ തന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ഇപ്പം പറഞ്ഞ ആൾക്ക് വേണ്ടിയാണ് കർത്താവിനോട് പറഞ്ഞൊരു അഞ്ജലി എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് കർത്താവ് കണക്ട് ചെയ്യും. ആ വ്യക്തിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ കർത്താവിനെ കാണിക്കുകയാണ്. അത് ഏറ്റെടുത്തോണം കേട്ടോ. പറഞ്ഞു കേക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഇത് എന്റെ പേര് ബ്രിജിറ്റ് എന്നാണ്. ഞാൻ ഇതൊരു വേറൊരു ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം ചിലപ്പോ മറ്റേ ജിയോ ആയിരുന്നു, കിട്ടത്തില്ലാത്തതുകൊണ്ട് ഇതിന് വിളിക്കുന്നത്. ഇന്നലെ യൂട്യൂബില് ബ്രദർ പറഞ്ഞിരുന്നു, ഒരു മാണി എന്ന് പറഞ്ഞായിരുന്നു യൂട്യൂബിലെ മെസ്സേജിനകത്ത്. മാണിയുടെ കുടുംബത്തെ കർത്താവ് തൊടുന്നു, സഹോദരങ്ങൾ തമ്മിലുള്ള അനൈക്യത്തെ അവിടെ കർത്താവിന്റെ സ്പർശനമുണ്ട്. ഇത് എന്റെ ഒരു ചേച്ചിയും ഹസ്ബൻഡും, അതിന്റെ മക്കള്, ചേച്ചിയും ഹസ്ബൻഡും മരിച്ചു പോയിട്ട് 2 വർഷമായി. അപ്പൊ മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങൾ ഈ ഒരു അടുത്ത കാലമായിട്ട് തുടങ്ങി. അപ്പൊ അവരുടെ അപ്പന്റെ അനിയനാണ്, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഏറ്റവും ഉള്ള അനിയന്റെ പേര് മാണി എന്നാ. അപ്പൊ ഈ മാണി ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുക. അതിലിപ്പോ എനിക്കറിയില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ സഹോദരങ്ങളൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു വിശ്വാസത്തിലല്ല. അപ്പൊ അന്നേരം മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസിന്റെ കാര്യത്തിൽ ഒരു ചെറിയ 3 ആൺപിള്ളേർ, അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. അപ്പൊ മാണി എന്ന് പറയുന്ന അപ്പന്റെ ഏറ്റവും ഉള്ള അനിയനാണ്. പുള്ളി ഇതിന് മധ്യസ്ഥം ശ്രമിക്കാൻ, ഒരു കുടുംബം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടുപ്പമായിരുന്നു. പക്ഷെ ഈ ചേച്ചിയും ഹസ്ബൻഡും മരിച്ചു പോയപ്പോഴാണ് മക്കൾ തമ്മിൽ ഈ പ്രശ്നം വന്നത്. അപ്പൊ അന്നേരം അവിടെ ദൈവം കർത്താവ് തൊടുന്ന, എന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചിയുടെ എന്റെ ഒരു സഹോദരി പ്രാർത്ഥനയിൽ ഇപ്പോഴും 2 സഹോദരിമാർ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും മിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കും കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവ് ഇടപെട്ടെന്നാണ് യൂട്യൂബിൽ കണ്ടതല്ലേ. കർത്താവ് അത് വലിയ ഇതാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഞാൻ സുമയാണ്. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്റെ പാസ്റ്ററുമായിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ബ്രദറിനെ പറ്റി സംസാരിച്ചു. അപ്പൊ US ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നാട്ടിൽ പോകുന്നുണ്ട്, മീറ്റിങ്ങുകളെ പറ്റി ഞാൻ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു
അഡ്രസ്സും ഡീറ്റെയിൽസ് മേടിച്ച് തരാമോ എന്ന് ചോദിച്ചു. ഉം ഉം. തീർച്ചയായും സിസ്റ്റർ, എനിക്ക് എന്തായാലും വാട്സാപ്പിലേക്ക് അയക്കാം. ഞാൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ രാജ്യത്തോട്ട് ഞാൻ പറഞ്ഞല്ലോ US ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഒരു വഴി തുറക്കും. നിങ്ങളെല്ലാവരും USA കൂടുന്നവരായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഓരോ രാജ്യത്ത് അയക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും കർത്താവ് ശുശ്രൂഷ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ രാജ്യത്ത് വരുന്നത് കർത്താവിൻ്റെ ബെസ്റ്റ് പ്രാർത്ഥിക്കുക കേട്ടോ. എന്തായാലും കൊടുത്തോ, അഡ്രസ്സ് കൊടുത്തോ കേട്ടോ. ഹലോ പറഞ്ഞു എന്റെ ചേച്ചിയുടെ കൊച്ചിന് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പൊ എന്നെ ചേച്ചി വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ പോയി. അപ്പൊ കൊച്ചിന്റെ ചെവിയുടെ അവിടെ ചെറിയൊരു മുഴ പോലെ വന്നു. അപ്പൊ ഞാനത് അവിടെ ചെന്നിട്ട് ഞാൻ കൊച്ചിന്റെ ചെവിയുടെ അവിടെ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യമായിരിക്കുന്നു കർത്താവ്, യേശുവിന്റെ മുറിവിനാൽ യേശു ആ രോഗത്തെ വഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോലി സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കൊച്ചിനെ ഡിസ്ചാർജ് ആക്കിന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ ആമേൻ. സ്വതന്ത്രത വലിയ സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത് കേട്ടത്. സാധാരണ രീതിയിൽ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കൊച്ചിനെ കണ്ട് അയ്യോ പാവം കൊച്ച് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച സിസ്റ്റർ എന്ത് ചെയ്തു? അവിടെ ചെന്ന് കൊച്ചിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ജോലി സ്ഥലത്ത് വന്നിട്ട് ഒരു കുഴപ്പമില്ല, അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, കർത്താവ് സൗഖ്യമാക്കി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് കേൾക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇതേപോലെ നിങ്ങൾ അനേകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, അനേക രോഗികളെ സൗഖ്യമാക്കിക്കേ, അനേക തളർന്നവരെ ഒന്ന് എണീപ്പിക്കുക. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്, നിങ്ങളുടെ കൂടെ രോഗി സൗഖ്യം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു, മറ്റാരെങ്കിലും ഉണ്ടോ? ദുബായിലുള്ള ഒരു മോക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ അഡ്മ്യൂട്ടാണ്. ദിവ്യക്ക് അവള് ദുബായിലാണ്, നമുക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് അഡ്മ്യൂട്ടായിരിക്കും, ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലെന്ന്. അറിയത്തില്ല സിസ്റ്റർ. ആരാ പേരെന്തുവാ? ടോംസ് പേര് നോക്കിക്കോ. ആരാ പേരെന്തുവാ? ദിവ്യ എന്നാ പേര്. ദിവ്യ എന്നല്ല, ടോംസ് പേരെ നോക്കിയേ. ദിവ്യക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ബ്രദർ, എന്റെ മകൾക്ക് വേണ്ടി തലമുറ ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ബ്രദർ. സിസ്റ്റർ, തലമുറയ്ക്ക് വേണ്ടിയുള്ള വചനമുണ്ട്, അത് പറഞ്ഞു പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് കൊടുത്താട്ടെ. മക്കൾ യഹോവ തരുന്ന അവകാശം എന്നുള്ള വചനം പെട്ടെന്നൊന്ന് സെൻഡ് ചെയ്ത്. പറഞ്ഞു ദിവ്യ സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. എന്റെ പിറന്നാളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സിസ്റ്ററെ ബർത്ത്ഡേ പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, എന്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ ദുബായിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാം. എനിക്ക് അതായത് ഇന്നലെ എനിക്ക് നല്ല നടുവേദനയായിരുന്നു. എനിക്ക് എന്താ പറയാ, നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ എണീറ്റ് നടന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ചർച്ചിൽ പോണം. അതായത് ചുരിദാറിന്റെ പാൻസ് പോലും ഇടാൻ പറ്റാത്ത അത്രത്തോളം വേദനയായിരുന്നു. ഞാൻ എന്നിട്ടും വാഷ്റൂമിന്റെ ആ പിടിയിൽ പിടിച്ചു നിന്നിട്ട് ഇട്ടിട്ട് ദൈവകൃപയാൽ എനിക്ക് ഞാൻ മെട്രോയിൽ കയറി, ഞാൻ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ റൂമിൽ വന്നു. എന്നിട്ടും എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ഞായറാഴ്ച എൻ്റെ കയ്യിൽ ഓയിൽമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിട്ടിട്ട് ഞാൻ ബെഡിൽ കടന്നു. എൻ്റെ തലയിൽ കൂടെ ഷീറ്റിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അന്നേരം പറയുക, എനിക്ക് താങ്ങാവുന്ന വേദന എൻ്റെ ദൈവം എനിക്ക് തരുത്തോളൂ. എനിക്കൊരു നടുവേദന വന്നപ്പോൾ ഞാൻ ഇത്രത്തോളം വേദന അനുഭവിക്കുമ്പം എൻ്റെ യേശുപ്പ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് കയ്യിലും നെഞ്ചിലൊക്കെ എല്ലാവരും വേദനിപ്പിച്ചപ്പോൾ എത്രത്തോളം വേദന എൻ്റെ യേശുപ്പ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഇങ്ങനെ ഓർത്ത് ഞാൻ കരയുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വേദന അത് മാറി. എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. രാവിലെ എണീറ്റപ്പോഴത്തെ എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ യേശുപ്പായ്ക്ക് ഒത്തിരി നന്ദി. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞത് വലിയ ശ്രദ്ധിച്ചോണം. സിസ്റ്റർ ആ ഒരു ഡ്രസ്സ് ഇടാൻ പോലും കഴിയാതെ സ്ട്രഗിൾ ചെയ്ത് വേദനയാൽ ഭാരപ്പെട്ട സഹോദരിയാണ്. തിരിച്ച് ആരാധന കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പോലും വേദന മാറുന്നില്ല. കിടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു യേശുവിൻ്റെ മുറിവ്. അതാണ് ഏറ്റവും വലിയ പവർ. കർത്താവ് എന്നെ എത്രത്തോളം വേദന, അപ്പം ഈ വേദന എനിക്ക് വേണ്ടിയാന്നുള്ള അറിവ് ആ യേശുവിൻ്റെ തിരുമുറിവിനെ ധ്യാനിച്ചപ്പം
ആ സഹോദരി എന്ത് ചെയ്തു? അത്രയും വേദനയിലും ബുദ്ധിമുട്ടിലും യേശുവിൻ്റെ തിരുമുറിവിനെ ധ്യാനിച്ചപ്പം പറഞ്ഞു കേട്ടോ, അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? ആ തിരുമുറിവ് ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. ആ തിരുമുറിവ് ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ അതെന്ത് സംഭവിച്ചു? ഉടനെ തന്നെ രോഗശക്തി, ആ രോഗാത്മാവിനെ യേശുവിൻ്റെ മുറിവ് പുറത്താക്കിയിട്ട് പല സിസ്റ്റർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അത്രയും എന്നാലും ഒരു ഡ്രസ്സ് ഇടാൻ പോലും കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടിരുന്ന സഹോദരി നടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇന്നിവിടെ സാക്ഷ്യവും പറഞ്ഞു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഞാൻ ഈ ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഓരോ കാര്യം പറയുവാണ്. നമുക്ക് സൗദിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സഹോദരി. അപ്പോൾ നിങ്ങൾക്ക് സൗദി നേരത്തെ പറയേണ്ടതായിരുന്നു. സൗദിയിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ സൗദി ഭാഗത്തുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകളിലേക്ക് ലിങ്ക് ചെയ്യാം. ദൈവകൃപയാൽ നമ്മൾ കുവൈറ്റിലും ചിലപ്പോൾ ദുബായിലായിരിക്കും. കുവൈറ്റ് എൻ്റെ മനസ്സിൽ കർത്താവ് എന്നെ കാണിച്ചു, അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുവൈറ്റിലോ ദുബായിലോ വെച്ച് നമ്മുടെ പ്രാർത്ഥന നടക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സൗദിയിലുള്ളവർക്കും മറ്റ് അബുദാബിയുള്ളവർക്കും ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ എല്ലാവരും പോയി. ഞാനത് ഇടയ്ക്ക് നാളെ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം. നാളെ നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള മീറ്റിങ്ങുകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നെ ഒന്ന് ആരെങ്കിലും ഓർപ്പിക്കണം. രാവിലെ നമ്മൾ നാളെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയാൻ വേണ്ടി എന്നെ ആരെങ്കിലും ഓർപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലുള്ള നമ്മുടെ രാജ്യങ്ങളിലുള്ളവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി പോവാണ്, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ഇതൊരു സഭയല്ല, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ബ്രദർ എന്തോ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ ഒരു സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ലോകം മുഴുവനും കർത്താവ് സുവിശേഷം അറിയാത്ത വ്യക്തികൾ ഇന്ന് സഹോദരി പറഞ്ഞിട്ടില്ലേ, ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടല്ലേ ഇന്ന് സൗഖ്യം കിട്ടിയത്. അങ്ങനെ ഈ തിരിച്ചറിവിൻ്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ടാണ് പല രാജ്യങ്ങളിലും ഈ പ്രാർത്ഥന ക്രമീകരിക്കുന്നത്. എനിക്കിപ്പോൾ ഞാൻ പറയാം, എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് സേഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മുറിക്കകത്തിരുന്നു കൊണ്ട് സൂം പ്രയറിൽ പറയുന്നതാണ് കുറച്ചും കൂടെ എളുപ്പവും സുഖവും. പക്ഷേ അതല്ല, ലോകം മുഴുവൻ പോകണം, അത് നമ്മുടെ വിളിയാണ്. പക്ഷേ അതിനേക്കാൾ സുഖം ദൈവം നമുക്ക് തരും. അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. അപ്പോൾ ഞാനത് ഓർപ്പിച്ചെന്നുള്ളൂ. സൗദിയിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതിലേക്ക് ഞാൻ ലിങ്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സമയവും ഡേറ്റും ഒക്കെ അറിയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയുള്ള ആളുകളെ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ കാണും, അനേകർ യേശുവിലേക്ക് വരുന്നത് കാണും, തകർന്ന ഭവനങ്ങൾ രക്ഷയിലേക്ക് വരുന്നത് ഞാൻ കാണുമെന്നുള്ള വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ദൈവം ചെയ്യും. അപ്പോൾ EOSL എന്നെ കേൾക്കുന്നവർ ഞാനുമായിട്ട് ബന്ധപ്പെടണം. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ബ്രദറെ എനിക്ക് കുഴപ്പമില്ല, എനിക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ്. എനിക്ക് പല രാജ്യത്തും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വരുന്നത്, എനിക്ക് കോട്ടയത്ത് വെക്കാൻ എളുപ്പം. കാര്യം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, എനിക്ക് വളരെ ഈസിയാണ്, ഹോള് തപ്പാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക്, പട്ടണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ എല്ലാവരും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി അന്വേഷിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞത്, എൻ്റെ വരവോ പോക്കോ നിങ്ങൾ നോക്കണ്ട, അതെന്ത് ചെയ്യണ്ട, അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഒരാവശ്യമില്ല. കർത്താവ് അതിൽ ഒരുക്കിയോളും. പക്ഷെ നിങ്ങൾ കൂടണം എന്നുള്ളത് പ്രാർത്ഥനയിൽ വരുന്നവരോട് ഞാൻ പറയുകയാണ്. അത് ശ്രദ്ധിക്കുക. ഞാനത് ഓർപ്പിച്ചുകൊണ്ട് പറയാം. അപ്പം നാളെ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം ആരെങ്കിലും. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ വേണ്ടിയിരുന്ന ആൾ വിട്ടുപോയി. മിക്ക ആൾക്കാരും ഇപ്പം ഓരോരുത്തർ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്, സമയം കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഗ്രൂപ്പിൻ്റെ അകത്തും നിങ്ങൾ ശ്രദ്ധിച്ചോണം, എല്ലാ ഗ്രൂപ്പിൻ്റെ അകത്തും നിങ്ങൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പിൻ്റെ എംബ്ലങ്ങൾ നോക്കുക. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് നോക്കിയിട്ട് ജോയിൻ ചെയ്യാവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. നമ്മുടെ UK ഗ്രൂപ്പ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തു. പുതിയ UKയുടെ ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അവർ ജോയിൻ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ട്, ഇല്ല നമ്മൾ സാക്ഷി നാളത്തേക്ക് വെക്കുവേ. ബ്രദർ, ഞാൻ ഓട്ടിസം ബാധിച്ച 7 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കേരളത്തിൽ നിന്ന് പോയി ഞാൻ ബാംഗ്ലൂരിലേക്ക് വരിക. ആ കൊച്ച് LKG പഠിക്കുന്നത്. എന്നാൽ ഓട്ടിസം സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ബ്രദർ പറഞ്ഞു തന്നതുപോലെ യേശു തിരുമുറിവിനാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് വന്നിരിക്കുക. പിന്നെ അതിന്റെ അപ്പനും ഡാഡിയും മമ്മിയും ഡൈവേഴ്സിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും.
ബ്രദറിന്റെ ഒരു പ്രാർത്ഥന അത്യാവശ്യമുണ്ട് ബ്രദർ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവെ, ഇന്ന് കർത്താവെ പ്രിയ മകൾ വിശ്വാസത്തോടെയാണ് അപ്പം പ്രാർത്ഥിച്ചത്. ലജ്ജിച്ചു പോകത്തില്ല, അവർ ഡിവോഴ്സ് ആകത്തില്ല. ആ കുഞ്ഞൊരു അത്ഭുതമായി തീരും. ആ കുഞ്ഞു മുഖാന്തരം അവർ യേശുവിലേക്ക് വരും. അവൻ കർത്താവ് ഇന്ന് പ്രവചിക്കുന്ന തലമുറയായിട്ട് തീരട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു തന്ന അധികാരത്തിന്റെ മേൽ ഞാൻ കൽപ്പിക്കുന്നു. അപ്പ അത്ഭുതം തുറന്നിരുന്ന നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. അവരെ ബലപ്പെടുത്തുക. ആമേൻ. എന്തോ പറഞ്ഞു 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 പറഞ്ഞോട്ടെ. പറഞ്ഞു. ഇന്നാലും വിളിക്കുന്ന ബ്രദറെ, എന്റെ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ റൂമിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് ചാക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അത് ശരിക്കും എന്റെ വീട്ടിലാണ്. അത് ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ ബിസിനസ് ആയിരുന്നു ബ്രദറെ. അപ്പം അത് നിർത്തി. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ തിണ്ണയിലിരുന്ന് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഏറ്റെടുത്ത സിസ്റ്ററെ, സമൃദ്ധിയുടെ വാതിൽ ദൈവം തുറക്കും. നനഞ്ഞ അവസ്ഥകളെ മാറ്റി കർത്താവ് ബഹുസമ്പന്ന തുറക്കും കേട്ടോ. ഏറ്റെടുത്തോണം. ആലോചനകൾ ഒരേപോലെ ഉള്ളത് ഏറ്റെടുത്തോണം. കർത്താവ് വഴി തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ഒരു സാക്ഷ്യം ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവരുടെ വീട്ടിൽ കടന്നുപോയി. അപ്പൊ പുള്ളിക്കാരിക്ക് ക്രിയാറ്റിൻ 7 ശരീരമൊക്കെ നീര് വെച്ച് മുഖമൊക്കെ നീര് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ ചെന്ന് ഞങ്ങൾ കുറെ എന്റെ സാക്ഷിയൊക്കെ ഒത്തിരി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ സഹോദരി മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ചേച്ചി വന്ന് പ്രാർത്ഥിച്ചപ്പോ ഭയങ്കര പവറായിരുന്നു, എനിക്ക് ഭയങ്കര അനുഗ്രഹമായി എന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അതിന്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കോഴിക്കോട് പോയി. ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവകൃപയാൽ അത് 1.6 മാറാനിടയായി തീർന്നു. 7 ക്രിയാറ്റിൻ, അത് 1.6. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ഭയങ്കര സന്തോഷമായി ചേച്ചി എന്ന് പറഞ്ഞു. ആ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് PGക്ക് യൂണിവേഴ്സിറ്റിയിൽ 2nd റാങ്ക് ലഭിക്കാനും ഇടയായി തീർന്നു. അപ്പോൾ ദൈവം ഒത്തിരി അനുഗ്രഹം ചെയ്തു. ആമേൻ സിസ്റ്റർ, അത് വലിയ കാര്യമാണ്. നിങ്ങൾ ചെയ്ത ആ കുടുംബത്തെ രക്ഷിച്ചതാണ്. ശ്രദ്ധിച്ചു നോക്കി, അത്രയും ക്രിയാറ്റിന്റെ അളവ് നിൽക്കുന്ന തകർന്നിരുന്ന ഭവനം അവർ ചെന്ന് പ്രാർത്ഥിച്ചു. കണ്ടോ, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പവർ കണ്ടോ. അവിടെ ആ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും ഉണ്ടായത് കൊണ്ടോ ആ സഹോദരി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിന്റെ അളവ് മാറി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഭയങ്കര സന്തോഷം. കണ്ടോ, അവിടെ ചെന്നിട്ട് ഓറഞ്ച് ആപ്പിൾ മേടിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് സഹതാപത്തിന്റെ നോട്ടോ നോക്കിയിട്ട് വന്നിരുന്ന വല്ലതും കിട്ടുമായിരുന്നോ? ഇല്ല, അവിടെ പ്രാർത്ഥിച്ചു. ഈ ധൈര്യം നിങ്ങൾ കാണിക്ക്. യേശു കൂടെയുണ്ട്. നിങ്ങളുടെ കരത്തിൽ അത്ഭുതമുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ മക്കളാണ്. മക്കളെ ഒരിക്കലും കർത്താവ് കൈവിടത്തില്ല. നിങ്ങൾ അനേകർക്ക് സൗഖ്യമാ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണം. അനേക രോഗികളെ സൗഖ്യമാക്കണം. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നു. ഒരു ആലോചന പറഞ്ഞില്ല, ഒരാളുടെ വയറിന് സുഖമില്ലാതെ കാണിക്കുന്നു. അതെന്റെ ആങ്ങളെയാണ്. അവൻ വൈകുന്നേരത്തെ എന്നോട് പറയാ, ചേച്ചി എന്റെ വയറ് എനിക്ക് വീർത്തിരിക്കുക, വയറ്റിന്ന് പോവാനും എല്ലാം ബുദ്ധിമുട്ടായിട്ടിരിക്കുക, ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണെന്ന്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. എന്നിട്ട് ഈ വചനം അയച്ചു കൊടുത്തിട്ട് കേൾക്കുന്ന സമയത്ത് കൈ വെച്ച് പറഞ്ഞോളാൻ പറഞ്ഞ വേലാൽ ആ വേദന വരത്തില്ലെന്ന് പറഞ്ഞേ കേട്ടോ. ഈ വചനം അയച്ചു കൊടുത്തോണേ ആങ്ങളേക്ക്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ പറഞ്ഞു. ഇന്നാണെങ്കിൽ ഒരു സഹോദരി വിളിച്ചായിരുന്നു. ഇന്നൊരു സഹോദരി വിളിച്ചായിരുന്നു. അപ്പോഴവരെ മോൻ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പോഴ് ഇവരെ വിളിച്ചപ്പോൾ തന്നെ ദൈവം ഞങ്ങൾക്ക് കുറച്ച് പേരുകൾ വെളിപ്പെടുത്തി തന്നു. അപ്പോഴത് പറഞ്ഞപ്പോഴെല്ലാം ഈ സഹോദരി പറഞ്ഞ അതെ, ആ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മരിച്ചുപോയ ഒരു ചിറ്റപ്പനായിരുന്നു. അപ്പോഴേ അദ്ദേഹം ഈ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 18 വർഷത്തിന് മുമ്പ് ഈ കൊച്ചിന്റെ ശരീരത്തിൽ വന്നതായിട്ട് ഇവരിങ്ങനെ എങ്ങനെയോ അറിയാൻ പറ്റി. കാരണം അയാൾ ചെയ്യുന്ന അതേ ശീലങ്ങളാണ് ഈ കൊച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2-3 പേര് വെളിപ്പെടുത്തി. ഇതെല്ലാം ഇവർ പറഞ്ഞവർക്ക് അറിയാവുന്നത് ഇവർക്കുള്ള ബന്ധുവുള്ള ആളുകളാണ്. പക്ഷെ എന്നിട്ടും ഏതോ ഒരു അജയ് എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെടുത്തി. അപ്പോഴ് അത് ചോദിച്ചപ്പം ഇവര് അറിയാം, നമ്മുടെ വീടിന്റെ അടുത്തുള്ളതാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദൈവാത്മാവ് മനസ്സിൽ പ്രേരിപ്പിച്ച്. കാരണം ഈ അജയ് എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് ഇവർക്ക് മാനസികമായിട്ട് ഒരു പൊരുത്തക്കേടുണ്ടായിരുന്നു. അപ്പോഴും ഞാനത് ചോദിച്ചപ്പം അവര് പറഞ്ഞ അങ്ങനെ പൊരുത്തക്കുണ്ട്. കാരണം വെള്ളത്തിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവര് ഞങ്ങളോട് മിണ്ടിയാലും എനിക്ക് അങ്ങോട്ട് മിണ്ടണമെന്ന് തോന്നില്ല. അപ്പോഴും പറഞ്ഞ അങ്ങനെ ഒരു പകയും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ പറയാനായിട്ടും ദൈവം ഞങ്ങളെ സഹായിച്ചു ബ്രദറെ. അത് ഭയങ്കര ഒരു സന്തോഷം. കാരണം ആ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന്
ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററുടെ മേലെ പ്രവചനവരത്തിന്റെ ആത്മാവ് ആക്റ്റീവ് ആയിരിക്കുകയാണ്. സിസ്റ്റർ നന്നായിട്ട് ഉപയോഗിച്ചോണം. കർത്താവ് വെളിപ്പെടുത്തുന്നതാണ് കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇതേപോലെ പല കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെയൊക്കെ സംഭവിക്കാൻ പറ്റും. സിസ്റ്റർ പറഞ്ഞ തന്നെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളെ വെളിപ്പെടുത്തി കർത്താവ്, പേരുൾപ്പെടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങളിലൂടെയും കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യും. ഇതേപോലെ ഈ ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിച്ച് നിങ്ങളിലൂടെ അനേകരെ തകർന്ന ഭവനങ്ങൾ ഇതേപോലെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടി പോകുന്ന കൃപാവരങ്ങളിലൂടെ നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനി ഇതേപോലെ പ്രവചിക്കുക, അനേകരെ നിങ്ങൾ സൗഖ്യമാക്കുക, തകർന്ന ഭവനങ്ങളെ രക്ഷിക്കുക. നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് മറന്നു പോകരുത്. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാണ്. നിങ്ങളെ കാണുന്നവർ പറയും ആ കുടുംബം എന്തൊരു സമാധാനമുള്ള കുടുംബമാണ്, ആ കുടുംബം എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥന നമ്മൾ ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുവാൻ എനിക്കറിയാം. ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയുണ്ട്. ലൈവിൽ എന്നെ കാണുന്നവരും യൂട്യൂബിൽ എന്നെ കാണുന്നവരും ഫെബ്രുവരി നടക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളും കൂടെ കഴിയുമെങ്കിൽ ഗ്രൂപ്പുകളിൽ ലിങ്ക് ചെയ്യുക. നമുക്ക് അവസാനം കണക്കുകൾ കറക്റ്റ് ആകണം. നിങ്ങൾ കൂടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആളെത്ര വരും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. പക്ഷെ ഒരു വരുന്ന വ്യക്തി അവസാനം കാണാൻ പറ്റാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഇന്ന് ലൈവിൽ ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. സൂമിൽ അവസാനിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഇന്ന് വിശ്വാസ പ്രഖ്യാപനം ഉറപ്പായിട്ടും പറയുക. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്തു നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണി ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ്. ഒത്തിരി ആൾക്കാർ പറഞ്ഞു അവർ അക്കൗണ്ടുകളിലേക്ക് മിറക്കിൾ മണി വന്നു. കളിയാക്കുന്നവൻ പരിഹസിക്കുന്നവനോട് ഞാൻ അവിടെ ഗുഡ് ബൈ പറയുകയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. മിറക്കിൾ മണി ഉണ്ടാകും. മിറക്കിൾ മണികൾ ഉണ്ടാകും. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് പറഞ്ഞെങ്കിൽ അത് മിറക്കിളാണ്. ആകാശം തുറന്ന് മന്ന എന്ന ആഹാരം ദൈവം തുറന്നത് മിറക്കിളാണ്. 5 അപ്പം കൊണ്ട് ഒരു ചക്കിലും ആട്ടാതെ, ഒരു വയലിലും കൊയ്യാതെ, ഒരു സ്ഥലത്തും നിർമ്മിക്കാതെ അവർക്ക് അപ്പവും മീനും വർദ്ധിപ്പിച്ചത് മിറക്കിളാണെങ്കിൽ, ആ മീനിന്റെ വായിൽ ചതുർദ്രഹ്മ പണം ഉറപ്പിച്ചത് മിറക്കിൾ മണിയാണെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി മിറക്കിൾ മണി വായ്പ വാങ്ങത്തില്ല, വാരി വീതറി കൊടുക്കും ഞാൻ. വായ്പ, ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, പ്രതികൂലമായി നിൽക്കുന്ന സകലണത്തെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ വെട്ടിമാറ്റുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളാണ്. ഗോഡ് ബ്ലെസ് യു.